യം ശൈവാസ്സമുപാസതേ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമി യസ്മാജ്ജാതം സമസ്തം ജഗദിദമമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യഃ യസ്യാംശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് സ്വാത്മാനന്ദപ്രബോധകഃ. ഹരി 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 ഓം തത്സ. നമുക്കെല്ലാവർക്കും കൂടി ഒരു 3 തവണ പതിവ് പോലെ ഓങ്കാരം ജപിച്ച് ഭൂതലം മുഴുവനും വ്യാപിക്കണ്ടേ? കൈകോർത്ത് മടിയിൽ വയ്ക്കൂ, വിഷമിക്കാതെ നിവർന്നിരിക്കൂ, കണ്ണടയ്ക്കൂ, മനസ്സും വായും തുറന്ന് കൂടെ അങ്ങോട്ട് ജപിക്കുക. ഈ ശബ്ദം ഭൂതലം മുഴുവനും വ്യാപിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഓ വേദകാലം അനാദിയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളെല്ലാവരും ഗ്രഹിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അനാദി എന്ന് പറയുന്നതിൽ സ്വല്പമെങ്കിലും അതിശയോക്തിയോ അർത്ഥരാഹിത്യമോ ഇല്ല. എന്നാണ് ഈ വേദം തുടങ്ങിയതെന്ന് വേദം ചൊല്ലി അഭ്യസിച്ചവർക്ക് ആർക്കും അറിയില്ല. അവരവരുടെ ആചാര്യൻ്റെ അടുത്തുനിന്ന് പഠിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ ആചാര്യൻ ആരാ അത് ആദ്യമുണ്ടാക്കിയത് പറയാൻ പറ്റില്ല. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആ അനാദിയായ വേദം, അതിൽ നിന്നാണ് ബാക്കിയെല്ലാം നമ്മുടെ സംസ്കാരവും സഭ്യതയുമൊക്കെ വളർന്നത്. ആ വേദങ്ങളിലും ഉപനിഷത്തുകളിലും പറയുന്നത് കാര്യമായി തത്വവിചാരമാണ്, ആലോചനയാണ്, അന്വേഷണം. അത് ബുദ്ധിയുടെ കുത്തകയാണ്. എല്ലാവർക്കും അത്രത്തോളം ഗവേഷണവും ആലോചനയും അത് സാധ്യമല്ലല്ലോ. അതേസമയം നമ്മുടെ സംസ്കാരവും സഭ്യതയും ആർക്കും നിഷേധിക്കാൻ പാടില്ല. അപ്പോൾ ആ വേദത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതും ഊന്നി പറഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇവിടെ ഇതിഹാസം എന്ന് പറയുന്ന സാഹിത്യം രൂപപ്പെട്ടു. ഇതിഹാസം എന്ന വാക്കിന് തന്നെ അർത്ഥം ഇങ്ങനെ ആയിരുന്നു പോൽ എന്നാണ്. ഇങ്ങനെ ആയിരുന്നു പോൽ. എങ്ങനെയായിരുന്നു?
ഇതിഹാസത്തിൽ പറയുന്നത് പോലെ. ഇതിഹാസത്തിൽ എന്താ പറയണത്? ഇന്ന സമയത്ത് ഇന്നിടത്ത് ഇന്ന ആൾ ഇന്ന മാതിരി പ്രവർത്തിച്ചു, അതിന് ഇന്ന ഫലമുണ്ടായി എന്ന്. ഈ പറയുന്നതൊക്കെ നമ്മുടെ പൂർവികരെ സംബന്ധിച്ചാണ്. അതിൽ 2 ഇതിഹാസമുള്ളതിൽ ആദ്യത്തേതാണ് രാമായണം. നമ്മുടെ ഭാഷയിൽ അത് ത്രേതായുഗത്തിലാണ് നടന്നത്. അതിൻ്റെ തുടക്കവും കാര്യങ്ങളുമൊക്കെ ഞാൻ ഒരളവ് വരെ പറഞ്ഞു. അത് തുടങ്ങിയത് രാമരാമ 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 എന്ന 2 അക്ഷരം സപ്തർഷികൾ 7 മഹർഷിമാർ രത്നാകരൻ എന്ന് പറഞ്ഞ ഒരു കാട്ടാളൻ വനചോരന് ഉപദേശിച്ചു കൊടുത്തതാണ്. അവിടുന്നാണ് ഇത് ഉത്ഭവം. രാമരാമ. നോക്കൂ, ആ മഹർഷി അവസാനം രാമായണ എഴുതിയത്. ആരാണ് പുരുഷോത്തമൻ എന്ന് അന്വേഷിച്ചപ്പോൾ മറുപടി പറഞ്ഞത് ശ്രീരാമനാണെന്നാണ്, ദശരഥൻ്റെ മകൻ. അപ്പോൾ താൻ ജപിച്ചതും രാമശബ്ദം, കണ്ടുപിടിച്ചതും രാമനെ. നോക്കൂ ആ ദിഷ്ടത്തിൻ്റെ പോക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഈ രാമന് യുവരാജാഭിഷേകം നടത്തണം എന്ന് തീരുമാനിച്ചു. ആ അഭിഷേകം മുടക്കിക്കൊണ്ടാണ് കൈകേയിയുടെ നിർദ്ദേശം. കൈകേയി എന്താ പറഞ്ഞത്? രാമ, നിനക്ക് അഭിഷേകമില്ല, 14 കൊല്ലം നീ കാട്ടിലേക്ക് പോകണം, താമസിക്കണം, അവിടെ തപസ് വേഷത്തിൽ പോയി ചെന്ന് താമസിക്കണം. ആ 14 കൊല്ലം കഴിഞ്ഞ് നീ മടങ്ങി വരുമ്പോൾ ജനങ്ങൾക്ക് എൻ്റെ ഭരതനെ ധാരാളം ഇഷ്ടപ്പെട്ട് കാണും, നിനക്ക് സ്ഥാനം ഉണ്ടാവില്ല. അതായിരുന്നു ഉദ്ദേശം. അപ്പോൾ ഭരതനാണ് അഭിഷിക്തനാവാൻ പോണത്. രാമൻ അത് വളരെ സന്തോഷമായി. ഭരതനോ, എനിക്ക് വലിയ ഇഷ്ടമാണ്. ഭരതനെ അഭിഷേകം ചെയ്താൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നവൻ ഞാനാണ്. അത് വേണ്ടതുപോലെ നടക്കട്ടെ, അതിന് വേണ്ട നടപടികൾ എടുക്കുക എന്നായി. അപ്പോൾ കൈകേയി പറഞ്ഞു, നീ ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട, നീ വേഗം ഇവിടുന്ന് പോയാൽ മതി. കാട്ടിലേക്ക് പോകണം, അതാണ്. ഭരതൻ്റെ കാര്യം കൂടെ നോക്കാൻ വേറെ ആൾക്കാരുണ്ട്. രാമൻ പറഞ്ഞു, ഞാൻ കാട്ടിലേക്ക് പോകണം, ഇത്രയല്ലേ വേണ്ടൂ ചെറിയമ്മേ. ഇന്ന് സൂര്യാസ്തമനത്തിന് മുമ്പ് രാമൻ പോയി കാണും അയോധ്യ വിട്ട്. എനിക്ക് ആദ്യമായിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് ഒന്ന് ചെന്ന് പറയണം. മുതിർന്നവർ പലരും ഉണ്ട്, അവർക്കൊക്കെ മനസ്സിന് വിഷമമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാനുള്ള സമയം മാത്രമേ വേണ്ടൂ, ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി എൻ്റെ അഭിപ്രായത്തിൽ കൈകേയി തോറ്റു രാമൻ്റെ അടുത്ത്. രാമനിൽ നിന്ന് ഇതൊന്നുമല്ല കൈകേയി ഒരു പക്ഷേ പ്രതീക്ഷിച്ച് കാണുക. രാമൻ അമ്മയോട് ചെന്ന് പറഞ്ഞു. അമ്മ പിന്നെ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയി, ഉരുണ്ടില്ല എന്ന് മാത്രം. ആ കരച്ചിലൊക്കെ ഒന്ന് നിർത്തി രാമൻ കുറച്ച് നേരം സംസാരിച്ചു. ആ സംസാരിച്ചതോടുകൂടി അമ്മയുടെ അഭിപ്രായമൊക്കെ മാറി. അയ്യോ, ഞാൻ പറഞ്ഞത് തെറ്റാണ്, ഒരമ്മയുടെ സ്നേഹപാശത്തിന് വിധേയമായിട്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. ഒരു സത്പുത്രൻ ചെയ്യേണ്ടത് ഇത് തന്നെയാണ് എൻ്റെ പൊന്നു രാമ. നീ ഭംഗിയായിട്ട് പോ. 14 കൊല്ലം 14 മാസം പോലെ കഴിഞ്ഞ് നീ വാ. ഞാൻ നിന്നെ സ്വാഗതം ചെയ്യാൻ ഇവിടെ ഉണ്ടാവും വരുന്ന സമയത്ത്. അങ്ങനെ ബാക്കിയുള്ളവരോടൊക്കെ ചെന്ന് പറഞ്ഞു. പറഞ്ഞവരൊക്കെ എതിർത്തു, എല്ലാവരും എതിർത്തു. നമ്മൾക്ക് ഈ ഹേഡിൽ റൈസ്, കടമ്പയോട്ടം എന്നൊരു ഓട്ടമുണ്ട്. അതിലെത്ര ഹേഡിലാണെന്ന് പറയില്ല, ചിലപ്പോൾ 7 ചിലപ്പോൾ 10 12 ഒക്കെ ഉണ്ടാവാം. ഓരോരുത്തരുടെ അടുത്തും സംസാരിച്ചപ്പോൾ എതിർപ്പായിരുന്നു. ലക്ഷ്മണൻ വല്ലാതെ കലശൽ കൂട്ടി. അച്ഛൻ ഈ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ വലിയ തെറ്റാണ്. അവസാനം കല്യാണം കഴിച്ച കൈകേയി അഴകുള്ളവളാണ്. ആ അഴകിൽ കണ്ട് ഭ്രമിച്ച് അച്ഛൻ പറയുന്ന തോന്നിവാസത്തിനൊന്നും വഴങ്ങാൻ പറ്റില്ല. അച്ഛനെ പിടിച്ച് ജയിലിലിട്ടിട്ട് കാരാഗൃഹത്തിലിട്ട് ചേട്ടൻ സിംഹാസനത്തിലിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനെ ആരെല്ലാം എതിർക്കുന്നുണ്ടെങ്കിൽ ഈ ലക്ഷ്മണൻ ഒരുത്തൻ മതി അവരെ നേരിടാൻ. ഇതാ ലക്ഷ്മണൻ പറഞ്ഞത്. ഇങ്ങനെ സർവ്വ ആൾക്കാരും എതിർത്തപ്പോൾ ആ ഓരോ എതിർപ്പിനെയും തരണം ചെയ്ത് പോകേണ്ടി വന്നപ്പോൾ ശ്രീരാമന് ആ ഹേഡിൽ റേസിൽ കൂടുതൽ സമ്മാനമാണ് കിട്ടിയത്. തൻ്റെ മനസ്സിന് ദാർഢ്യം കൂടി, തീരുമാനം കൂടുതൽ ഉറപ്പായി, കാര്യങ്ങൾ വ്യക്തമായി. സർവ്വ കടമ്പകളും തൻ്റെ വീര്യം കൂട്ടാനേ പ്രയോജനപ്പെട്ടുള്ളൂ. ലക്ഷ്മണൻ കൂടെയുണ്ടല്ലോ, പറഞ്ഞിട്ട് വേണ്ട. ലക്ഷ്മണൻ സുമിത്രയോട് ചെന്ന് യാത്രാനുമതി ചോദിച്ചു ചെന്നു. ആ അമ്മ പറഞ്ഞല്ലോ, അത് വളരെ വിശേഷപ്പെട്ടതാണ്. ആ പറഞ്ഞ വാക്യം വളരെ വിശേഷപ്പെട്ടതാണ്. രാമായണത്തിൽ
ഏറ്റവും വിശേഷപ്പെട്ട വാക്യമാണെന്നാണ് പറയുക. എന്താ അതെന്നറിയോ നിങ്ങൾക്ക്? രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവീം വിദ്ധി ഗച്ഛതാത് യഥാസുഖം. നിങ്ങളിൽ പലരും അമ്മമാരാണ്, അമ്മമാരാകുകയും ചെയ്യും. എന്തിനാ ഞാനിത് പറയണത്? വാൽമീകി മഹർഷി എഴുതി വെച്ചതെന്ന് വെച്ചാൽ സർവ അമ്മ മനസ്സിനെയും മഥനം ചെയ്യുകയാണ് വാൽമീകി അദ്ദേഹം എഴുതിയ വരികളിലൂടെ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു മകനുണ്ടായി. ആ മകൻ സഹോദരൻ്റെ കൂടെ കാട്ടിലേക്ക് 14 കൊല്ലം പോവുകയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് അമ്മയായ നിങ്ങൾ ആ മകനോട് എന്തു പറയും എന്നൊരു ചോദ്യമാണ്. മാത്രമല്ല എന്ത് പറയണം എന്ന നിർദ്ദേശമുണ്ട്. വളരെ സന്തോഷിച്ചു, കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു, തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് പറയാണ്, രാമം ദശരഥം വിദ്ധി. എൻ്റെ പൊന്നു മോനെ, നിനക്ക് ഇന്ന് മുതൽക്ക് രാമനാണ് ദശരഥൻ. ആ പറഞ്ഞ വാക്ക് അർത്ഥവത്തായിപ്പോയി. രാമൻ പോയതും ദശരഥൻ മരിച്ചു. പിന്നെ ദശരഥൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് മുതൽക്ക് നിനക്ക് രാമനാണ് ദശരഥൻ. മാം വിദ്ധി ജനകാത്മജാം. ജനകപുത്രി ശ്രീരാമൻ്റെ ധർമ്മപത്നി ഉണ്ടല്ലോ, ആ ധർമ്മപത്നി നിനക്ക് ഞാനാണ്, അമ്മയാണെന്ന്. അതിലെ മാം വിദ്ധി എന്ന് പറയുന്ന 2 വാക്കുണ്ടല്ലോ. മാം എന്ന് വെച്ചാൽ എന്നെ, വിദ്ധി എന്ന് പറഞ്ഞാൽ അറിയൂ. ഈ 2 വാക്കാണത്രേ രാമായണത്തിൽ ഏറ്റവും വിശേഷപ്പെട്ടത്. മാം വിദ്ധി. മാ ശബ്ദത്തിന് മഹാലക്ഷ്മി എന്നുകൂടി അർത്ഥമുണ്ട്. ഇവിടെ ഇപ്പോൾ അതല്ല ഉദ്ദേശിക്കുന്നത്. മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവീം വിദ്ധി. നീ പോകുന്നത് വൻ കാട്ടിലേക്കാണ്. ആ വൻ കാട്ടിൽ നീ വയ്ക്കുന്ന ഓരോ കാലടിയും നിനക്ക് അയോധ്യയായി തീരണം. അയോധ്യയാണെന്ന് മനസ്സിലാക്കിക്കോ. ഗച്ഛതാത യഥാസുഖം. വളരെ സുഖമായി സന്തോഷത്തോടു കൂടി പോയി വരൂ എൻ്റെ പൊന്നുമോനേന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കുട്ടികളെ പെറ്റ് വളർത്തിയാലൊന്നും പോരാപ്പാ. സമയസന്ദർഭങ്ങൾക്കനുസരിച്ച് ആ കുട്ടികൾക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കാനുള്ള മനക്കരുത്ത് നിങ്ങൾക്ക് വേണം, ബുദ്ധിവികാസം വേണം, നിശ്ചയദാർഢ്യം വേണം. അവിടെ ചൂളരുത്. ആശാപാശത്തിനൊന്നും സ്ഥാനമില്ല. 2 രാജകുമാരന്മാരാണ്, രാജ്യം ഭരിക്കേണ്ടവരാണ്. അവരാണ് ഈ കാട്ടിലേക്ക് പോണത്. ആ രാജമാതാവിൻ്റെ ദൃഷ്ടി, വീക്ഷണം, ദാർഢ്യമൊക്കെ അവിടെ ഉണ്ടാവണം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ശരീരം 21 വയസ്സ് വരെയാണ് പരമാവധി വളരുക. അത് കഴിഞ്ഞാൽ വളർച്ച നിന്നു. വളർച്ച നിന്നു എന്ന് പറഞ്ഞാൽ അതേപോലെ നിൽക്കില്ല. അടുത്ത നിമിഷം മുതൽ അത് ക്ഷയിക്കുകയാണ്, ക്ഷീണിക്കുകയാണ്. ആ സമയത്താണ് പ്രായപൂർത്തി വരുന്നത്. പ്രായപൂർത്തി വരുന്നതോടുകൂടി ശരീരത്തിൻ്റെ വളർച്ച നിന്നു എന്ന് പറഞ്ഞാൽ പിന്നെ വളരാനുള്ളത് എന്താണെന്നൊരു ചോദ്യം വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ശരീരമാണ് വളരേണ്ടത്. അത് വളർന്നു 21 വയസ്സ് വരെ. ബുദ്ധിപ്പല്ല് മാത്രമേ പിന്നെ മുളയ്ക്കാനുള്ളൂ. പിന്നെ വളരാൻ എത്രയാ? ദശാബ്ദങ്ങളോളം ഉണ്ട്. 70, 80, 90 വയസ്സൊക്കെ മനുഷ്യർ ജീവിക്കും. അപ്പോൾ ബാക്കിയുള്ള കാലമോ വളരേണ്ടതാണ് മനസ്സ്. അതാണ് ബുദ്ധി. മനസ്സും ബുദ്ധിയും അഹങ്കാരവും കൂടി ചേർന്നതാണ് ഉൾവ്യക്തിത്വം. ആ ഉൾവ്യക്തിത്വമാണ് ജഡമായ ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും വേണ്ടതുപോലെ പ്രചോദിപ്പിച്ച്, പ്രവർത്തിപ്പിച്ച് സംവേദനക്ഷമമാക്കി തീർക്കുന്നത്. ശരീരം ജഡമാണ്, ഇന്ദ്രിയങ്ങൾ ജഡമാണ്. വെറും ദ്രവ്യം കൊണ്ടുണ്ടാക്കിയതാണ് ശരീരം. അതിന് ചേതനാംശം ലവലേശവും ഇല്ല. അതിനെ സചേതനമാക്കി തീർക്കുന്നത്, പ്രവർത്തിപ്പിക്കുന്നത് ഉൾവ്യക്തിത്വമാണ്. ആ ഉൾവ്യക്തിത്വമാണ് നമുക്ക് വളർത്തി കടഞ്ഞ് സമ്പുഷ്ടമാക്കി എടുക്കേണ്ടത്. അത് നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. കുട്ടികൾ വളരുന്നതോടൊപ്പം അമ്മമാർക്കും അച്ഛന്മാർക്കും വളർച്ച ഉണ്ടാവണം. മുതിർന്ന കുട്ടികൾക്ക് അവർക്കനുസരിച്ച് നമ്മൾ പെരുമാറി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അച്ഛനമ്മമാരാണ് അവർ കാണുന്ന ദമ്പതികൾ. ആ ദമ്പതികളുടെ പെരുമാറ്റം കണ്ടിട്ടാണ് അവർ കല്യാണം കഴിക്കുമ്പോൾ സ്വയം ദമ്പതികളാവുമ്പോൾ പെരുമാറുന്നത്. അടുത്ത് പെരുമാറുന്നത് അച്ഛനമ്മമാരോട് മാത്രമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു ശ്ലോകം വളരെ വിശേഷപ്പെട്ടതാണ്. മാം വിദ്ധി ജനകാത്മജാം. ആ അമ്മ പറഞ്ഞയച്ചു. ഇനി ഇതിലേറെ വേണോ? എന്തെങ്കിലും ലക്ഷ്മണന് എന്തു വേണോ? അതിന് സമയോചിതമായ പ്രത്യുത്പന്ന മതിത്വം ഉണ്ടാവാൻ. രാമൻ്റെ സ്വഭാവമഹിമ, രാമൻ്റെ സമ്പർക്ക വൈശിഷ്ട്യം, ഇത് എപ്പോഴും എല്ലാ സമയത്തും എപ്പോഴും ഉണ്ട്. വലിയൊരു സദസ്സ് വിളിച്ചു കൂട്ടിയെന്ന് ഞാൻ പറഞ്ഞുവല്ലോ.
എനിക്ക് ഏതായാലും വയസ്സായി, ഞാൻ പെൻഷൻ പറ്റാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു യുവരാജാവിനെ അഭിഷേകം ചെയ്യണം, നിങ്ങൾക്ക് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഉടനെ പറഞ്ഞു സദസ്യ രാമൻ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഞങ്ങൾ രാമൻ്റെ പെരുമാറ്റം നിരീക്ഷിച്ചിട്ടുണ്ട്. ആ പെരുമാറ്റത്തിലൊക്കെ വളരെയധികം ബഹുമാനവും ആദരവും മുതിർന്നവർക്ക് കൽപ്പിച്ചു കൊടുത്ത് നല്ല സുശീലനായി കണ്ടതാണ് എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ സീതയും ലക്ഷ്മണനും രാമനും കൂടി രഥത്തിൽ കയറിക്കഴിഞ്ഞു ചിത്രകൂടത്തിലേക്ക് പോകാൻ. രഥത്തിൽ കയറിയിരുന്നു. ഇനി അങ്ങ് രഥം തെളിച്ചങ്ങോട്ട് പോകണം. ആരാ രഥം തെളിക്കണത്? സുമന്ത്രനാ. സുമന്ത്രൻ എന്ന് പറഞ്ഞാൽ രാമനേക്കാളും ഒക്കെ പ്രായം കൂടും, വിശ്വസ്ത മന്ത്രിയാണ്. ആരുടെ? ദശരഥൻ്റെ. ആ ദശരഥൻ രാജധാനിയിൽ നിന്ന് പറയുക, സുമന്ത്ര നിർത്തൂന്ന്. എന്ത്? രാമൻ അകത്തു നിന്ന് രഥി രാമനാണ്, രാമന് വേണ്ടിയിട്ടാണ് രഥം, രാമന് വേണ്ടിയിട്ടാണ് ഓടിച്ചു കൊണ്ടുപോണേ. ഉള്ളിൽ നിന്ന് പറഞ്ഞു, സുമന്ത്രരെ രഥം വേഗമോടിക്കൂന്ന്, നിർത്തരുത്. അപ്പോൾ സുമന്ത്രന് വല്ലാതെ അയ്യത്ര ജീവിതത്തിൽ ആദ്യത്തെ പ്രതിസന്ധിയാണ്. എന്ത്? താൻ ആരെ ശുശ്രൂഷിക്കുന്നുവോ, ആരെ പരിചരിക്കുന്നുവോ, ആരുടെ ഭൃത്യനാണോ ആ മഹാരാജാവ് നിർത്തൂ എന്ന് പറയുന്നു. മഹാരാജാവിൻ്റെ പുത്രനകത്തിരുന്ന് വേഗം ഓടിച്ചു പോകൂ എന്ന് പറയുന്നു. എന്താ വേണ്ടതെന്ന് അറിയില്ല എന്നാണ് പറയണത്. അപ്പോൾ ഉടനെ രാമൻ കൂട്ടിച്ചേർത്തു അത്രേ, അതേ ഒരു കാര്യം, അച്ഛനെങ്ങാനും ചോദിച്ചാൽ കേട്ടില്ല എന്ന് പറഞ്ഞോളൂ എന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അച്ഛനെങ്ങാനും ചോദിച്ചാൽ കേട്ടില്ല എന്ന് പറഞ്ഞോളൂ. അതെന്തേ അങ്ങനെ നുണ പറയാമോ എന്നാണെങ്കിൽ ഇതാ മറുപടി, ദുഃഖാവസരങ്ങളൊന്നും ഒരിക്കലും നീട്ടിക്കൊണ്ടു പോകരുത്. അവസരം ദുഃഖമാണെങ്കിൽ ആ ദുഃഖാവസരത്തെ ഒരു സെക്കൻഡ് പോലും നീട്ടിക്കൊണ്ടുപോകരുത്. നമുക്ക് വേഗം ഇവിടുന്ന് അപ്രത്യക്ഷമാവണം. ഇവിടെ നിന്നാൽ ഒക്കെ അപകടമാണ്. ഇപ്പം അച്ഛൻ വിളിച്ചു പറഞ്ഞു നിർത്തിയെന്നുണ്ടെങ്കിൽ അടുത്ത് വരും, പെരളും ഉരുളും പല വിധത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാവും. അച്ഛൻ്റെ വാക്ക് പരിപാലിക്കാനാണ് ഞാൻ പോണത്. ഈ ദൗത്യം നിർവഹിച്ചേ മതിയാവൂ. അത് ആര് തന്നെ തടസ്സം പറഞ്ഞാലും പറ്റില്ല. അതുകൊണ്ട് വേഗം ഓടിക്കണം എന്ന് പറഞ്ഞു. ഓടിച്ചു. കുറേ പോയപ്പോൾ ശ്രീരാമൻ പറയാണ്, എന്താ രാമൻ പറയണേ? സുമന്ത്ര, ഈ രഥം ഒന്ന് തിരിച്ചോടിക്കണം. എന്താ കാരണം? അയോധ്യാവാസികൾ മുഴുവനും അവരുടെ അടുപ്പ് വരെ കിടത്തിയിട്ട് എല്ലാവരും കൂടി പുറപ്പെട്ടിരിക്കുക രാമൻ്റെ കൂടെ. ആരെങ്കിലും ഒരാൾ ഒരു സമാജത്തിൽ നല്ലത് ചെയ്യാൻ, അസാധാരണമായ നന്മ ചെയ്യാൻ പുറപ്പെട്ടാൽ ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും. അവരാർക്ക് ജനിച്ചു, എവിടെയാണ് വളരണത് എന്നുള്ള ചോദ്യമൊന്നും അവിടെ പ്രസക്തമല്ല. അപ്പോൾ അയോധ്യ നഗരവാസികളെല്ലാവരും അടപ്പ് പൂട്ടിയതൊക്കെ കെടുത്തി ശ്രീരാമൻ്റെ കൂടെ പുറപ്പെട്ടിരിക്കുകയാണ്. ആ അയോധ്യ വൃന്ദം മുഴുവനും വരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? അവർ നോക്കുമ്പോൾ മനസ്സിലാവണം ഞാൻ തിരിച്ചുപോയി എന്ന് മനസ്സിലാവണം. അതുകൊണ്ട് രഥം തിരിച്ചു കുറേ ദൂരം ഓടിക്കൂ, അവർക്ക് നോക്കിയാൽ കണ്ടെത്താൻ പറ്റാത്ത തരത്തിൽ എന്നും പറഞ്ഞു അത്രേ. അത് പറഞ്ഞത് എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ എന്ത് ദൗത്യത്തിന് പുറപ്പെട്ടുവോ ആ ദൗത്യം സഫലമാകണം, നിർവഹിക്കണം എന്നാണ്. അതിനുവേണ്ടി എന്തെല്ലാം വേണമോ അത് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ദൗത്യം അർത്ഥവത്താവില്ലല്ലോ. ആ രാമൻ്റെ സ്വഭാവ മഹിമ, പരിചയം, ആ പാകം എല്ലാ ദിക്കിലും കാണാം. ചിത്രകൂടത്തിൽ തന്നെ താമസമാക്കി. ഇപ്പുറത്തെന്താ അയോധ്യയിലെ ചരിത്രം? ഭരതൻ വന്ന സമയത്ത് ആരും ഒന്നും മിണ്ടണില്ല. അമ്മയായിട്ടൊക്കെ സംസാരിച്ച വർത്തമാനം പറഞ്ഞു. ദശരഥൻ്റെ ശരീരം എണ്ണത്തോണിയിലിട്ടിരിക്കുകയാണ്. എണ്ണത്തോണിയിലിടുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വഴികൾ വേറെ, അന്നതേ ഉള്ളൂ. ഒരു തരത്തിലുള്ള കോട്ടവും അതിന് വരില്ല. ശരീരം അതിൽ നിന്നെടുത്ത് വേണ്ടതുപോലെ ശവദാഹം നടത്തി പിതൃകർമ്മങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഭരതൻ്റെ പറച്ചിലെന്താ അമ്മയോട്? എൻ്റെ ജ്യേഷ്ഠന് വേണ്ടാത്തത് അനിയന് തൊട്ടുകൂടാത്തതാണ്. എൻ്റെ ജ്യേഷ്ഠന് വേണ്ടാത്തത് ഈ അനിയന് തൊട്ടുകൂടാത്തതാണ്. ഒരൊറ്റ വാക്ക് അമ്മ എന്നോട് പറയേണ്ട ആവശ്യമില്ല. അമ്മയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ സിംഹാസനം മേടിച്ചത്, മകനെ ഇരുത്താൻ വേണ്ടിയിട്ടല്ലേ. മകനോട് ഇത് വേണോ വേണ്ടയോ, നീ ഇരിക്കുമോ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ടായോ? അതുകൊണ്ട് അമ്മ ഒരൊറ്റ വാക്ക് മിണ്ടരുത്. ഞാൻ ഇതാ പോണു, എൻ്റെ ചേട്ടനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പുറപ്പെട്ടു. അപ്പോൾ ഭരതൻ തന്നെയല്ല, വലിയ സേനാസന്നാഹത്തോടു കൂടിയാണ് പോകുന്നത്. മന്ത്രിമാരുണ്ട്, വസിഷ്ഠനുണ്ട്, മറ്റാചാര്യന്മാരുണ്ട്, നഗരപ്രമുഖരുണ്ട്, എല്ലാവരും കൂടി പോവാണ്. അപ്പോൾ വലിയ ഒരു ആലഭാര. ചിത്രകൂടത്തിലുള്ളവർക്ക് ഈ ബഹളം മനസ്സിലായി. ലക്ഷ്മണന് സംശയം തോന്നി. ഉടനെ അദ്ദേഹം ഒരു പനമരത്തിൻ്റെ മുകളിൽ, പനയ്ക്കാണല്ലോ ഏറ്റവും ഉയരം, അതിൻ്റെ മുകളിൽ കയറി നോക്കിയപ്പോണ്ട്
അപ്പോൾ അയോധ്യയിലെ സേനയും സന്നാഹവും ഒക്കെ കൂടി വരിക. ലക്ഷ്മണൻ്റെ മനസ്സാകെ മറിഞ്ഞു. ആ, ഭരതൻ വരികയാണല്ലേ, ചിത്രകൂടത്തിലും ഇരിക്കാൻ നമുക്ക് സമയം തരില്ല, ഇവിടെ വച്ച് തന്നെ കാര്യം കഴിക്കാനാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ കുറേ വിഷമം തോന്നി സംസാരിച്ചപ്പോൾ രാമൻ പറയാണ്. ആരോട്? ലക്ഷ്മണനോട്. ഈ ലക്ഷ്മണൻ രാമനെ പോലെയാണ്. രാമൻ്റെ പേര് തന്നെ മര്യാദാ പുരുഷോത്തമൻ എന്നല്ലേ. രാമൻ്റെ എല്ലാ കാര്യത്തിലും തൻ്റേതായ ഒരു ഡിഗ്നിറ്റി, ഒരു അന്തസ്സുണ്ട്, ഒരു ആഭിജാത്യം, ഒരു മഹത്വം, ഒരു മേന്മ. അതിനാണ് ഈ മര്യാദ എന്ന് പറയുന്നത്. ആ മര്യാദ അവതരിച്ചിട്ടുള്ള ഒരു പുരുഷനാണ്, പുരുഷന്മാരിൽ വെച്ച് ഉത്തമൻ. മര്യാദയുടെ മൂർധന്യഭാവം, ആ മൂർത്തിമത് ഭാവമാണ് ശ്രീരാമൻ. അപ്പോൾ ലക്ഷ്മണൻ വല്ലാതെ ഭരതനെ ഞാൻ കൊന്നുകളയും എന്ന് വരെ പറഞ്ഞു. ആര്? ലക്ഷ്മണൻ. ഒറ്റ ആളോടും ചോദിക്കേണ്ടതില്ല. സഹോദരനാണെങ്കിലും ഇങ്ങനെ വരുന്ന ഒരാളെ കൊല്ലുന്നതിലൊരു തെറ്റുമില്ല എന്നൊക്കെ വലിയ വാദവും വീര്യവും ഒക്കെ ആയിട്ടാണ് സംസാരിച്ചത്. രാമൻ അതൊക്കെ വിലക്കി. ലക്ഷ്മണ, നീ എന്താ ഇങ്ങനെ സംസാരിക്കണത്? ഭരതനാണ് വരുന്നത്. അവൻ വളരെ നല്ലവനാ, ഒരു തെറ്റും ചെയ്യില്ല. അവൻ വരുന്നത് എന്തിനാ? ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടു പോകാനാകണം. അവൻ സിംഹാസനത്തിലൊന്നും ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ എത്ര സ്നേഹത്തോടും വ്യസനത്തോടും കൂടി ആകണം വരുന്നത്. നിനക്ക് സിംഹാസനം വേണോ? ഞാൻ ഭരതനോട് അരവാക്ക് പറഞ്ഞാൽ മതി, അവൻ സിംഹാസനം വിട്ട് നിനക്ക് തരും. അതുകൊണ്ട് നീ പറയുന്നതൊക്കെ തെറ്റ്, വളരെ മോശമാണ്. എൻ്റെ മനസ്സിലുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, സഹോദരന്മാരായ നാം എല്ലാവരും ഒരുമിച്ച് സ്നേഹ സൗഹാർദ്ദത്തോടു കൂടി പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ് എൻ്റെ ഉദ്ദേശം. ലക്ഷ്മണൻ നാണിച്ച് തലകുനിച്ച് വിഷണ്ണനായി. ഭരതൻ എന്തു ചെയ്തു? സേനയെ പിന്നിൽ നിർത്തി അടുത്തു വന്നതോടുകൂടി തനിയെ വെറും കാലോടുകൂടി നടന്ന് ജ്യേഷ്ഠൻ്റെ അടുത്തെത്തി രാമൻ്റെ കാലുകളിൽ വീണു, നമസ്കരിച്ചു. എണീറ്റതിന് ശേഷം രാമൻ ആലിംഗനം ചെയ്തു, സ്വീകരിച്ചു. അച്ഛൻ്റെ നിര്യാണം അറിയിച്ചു. നിര്യാണം അറിയിച്ചു കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടത് എന്താ? മൂത്ത പുത്രൻ രാമനാണ്, അവിടെ ശേഷക്രിയ ചെയ്തത് ഭരതനാണ്. അപ്പം രാമൻ ഉടനെ ലക്ഷ്മണനോട് കൂടി ശേഷക്രിയയ്ക്കുള്ള വട്ടങ്ങളൊക്കെ കൂട്ടി അവസാനം ഈ പിണ്ടോദക ക്രിയകളൊക്കെ നടത്തി. അതിന് ഉപയോഗിച്ചത് ലന്തക്കുരുവാണ്. സാധാരണ പിണ്ണം വയ്ക്കാനൊക്കെ അതല്ലല്ലോ ഉപയോഗിക്കുക, ഗോതമ്പോ അരിയോ ഒക്കെ ആണല്ലോ. ഈ പിണ്ടം ലന്തക്കുരു കണ്ടിട്ട് കൗസല്യയും കൂട്ടരും അവിടെ വരുമ്പോൾ, അയ്യോ എൻ്റെ മകൻ കാട്ടിൽ ഒറ്റപ്പെട്ടു പോയി, അവനൊന്നുമില്ല, അവൻ ലന്തക്കുരു കൊണ്ടാ അച്ഛന് പിണ്ണം വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഏയ് അങ്ങനെ വിചാരിക്കാനില്ല, മക്കളുടെ കയ്യിൽ എന്തുണ്ടോ അതാണ് കൊടുക്കുക. എന്തു കൊടുത്തു എന്നുള്ളതല്ല ചോദ്യം, എങ്ങനെ കൊടുത്തു എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് എൻ്റെ തോന്നൽ ശരിയല്ല എന്ന് പറഞ്ഞ് സ്വയം കറക്റ്റ് ചെയ്തു, തിരുത്തി. ഇതൊക്കെ ആർക്കാണ് വാൽമീകി എഴുതണത്? കൗസല്യയ്ക്ക് എഴുതണത്. ഇത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും വായിക്കുന്നവർക്കുമാണപ്പാ. അച്ഛനും അമ്മയ്ക്കും വിലപിടിച്ച സാധനം കൊടുക്കണമെന്ന് ഒരു സ്ഥലത്തും പറയണില്ല. അത് കൊടുക്കുന്ന മനസ്സിന് നല്ല വിലപിടിപ്പുണ്ടാവണം. നിങ്ങൾക്ക് തോന്നുന്ന ഭാവങ്ങൾ, വികാരങ്ങൾ, കൂറ്, കടപ്പാട്, അതിലൊരു വിധത്തിലുള്ള കളങ്കവും പോരായ്മയും ഉണ്ടാവരുത്. പത്തരമാറ്റ് തങ്കമായ മനസ്സോടുകൂടി വേണം എല്ലാം ചെയ്യാൻ. എല്ലാവരും കൂടി ആകാംക്ഷയോട് കൂടിയിരിക്കുകയാണ്. സഹോദരന്മാർ രണ്ടുപേരിതാ കൂടിയിരിക്കാൻ പോലും. ആരാണ് മുമ്പ് സംസാരിക്കുക? എന്താണ് സംസാരിക്കുക? എല്ലാവരും കണ്ണടയ്ക്കാതെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്. ഭരതൻ ജ്യേഷ്ഠനെ നമസ്കരിച്ച് അവിടെ ഇരുന്നു. എന്നിട്ട് പറയാണ്, എൻ്റെ പൊന്നു ജ്യേഷ്ഠ, ചേട്ടന് യുവരാജാഭിഷേകം നടത്തുന്ന സമയത്ത് ഞാനും ശത്രുഘ്നനും കേകയത്തിലായിരുന്നു. എൻ്റെ അഭാവത്തിലാണ് അവിടെ എന്ത് അരങ്ങേറിയോ അത് മുഴുവൻ അരങ്ങേറിയത്. എൻ്റെ അമ്മ സിംഹാസനം തട്ടിയെടുത്തു എന്നതാണ് കാര്യം.
അമ്മയ്ക്ക് ഇരിക്കാൻ വേണ്ടിയാണ് തട്ടിയെടുത്തത് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഒന്നും വിടില്ല. പക്ഷേ അമ്മ എന്നെ ഇരുത്താനാണല്ലോ തട്ടിയെടുത്തത്. അപ്പം ഞാൻ അതിലിരിക്കാൻ തയ്യാറാണോ വേണോ എന്നുള്ളത് ആലോചിക്കാതെ അമ്മ ചെയ്ത പ്രവൃത്തിക്ക് എന്താണ് അർത്ഥം? അതിന് വല്ല പ്രസക്തിയുമുണ്ടോ? ഇല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അമ്മ ചെയ്ത പ്രവൃത്തി തെറ്റാണ്. ഞാൻ ഒരിക്കലും സിംഹാസനത്തിലിരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ ദൃഷ്ടിയിൽ ജ്യേഷ്ഠനാണ് സിംഹാസനസ്ഥൻ. അതുകൊണ്ട് എൻ്റെ കൂടെ മടങ്ങി വരൂ. അഭിഷേകം നടത്തി സിംഹാസനത്തിലിരുന്ന് അയോധ്യ രാജ്യം അച്ഛൻ ഭരിച്ചതുപോലെയോ അതിനേക്കാൾ മെച്ചമായിട്ടോ നമുക്ക് ഭരിക്കണം എന്ന് പറഞ്ഞു. അല്ല ഇനി ജ്യേഷ്ഠൻ്റെ അഭിപ്രായത്തിൽ ഞാനാണ് യുവരാജാവ് എന്നാണെങ്കിൽ ഞാൻ അയോധ്യ രാജ്യം അങ്ങയുടെ കാക്കൽ വച്ച് നമസ്കരിക്കണു, അങ്ങേ ക്ഷണിക്കണു അവിടെ വന്നിരിക്കാൻ. രാമൻ കേട്ടു. ഭരത, നിന്നെ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്, കണ്ണിലുണ്ണിയാണ് നീ ഇത് പറഞ്ഞതോടുകൂടി നിൻ്റെ കണ്ണിലുണ്ണിത്തം എൻ്റെ ഇഷ്ടം വളരെ അധികമായിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെല്ലാവരും ജീവിക്കുന്നുണ്ട്. വസ്തുനിഷ്ഠമായിട്ട് വേണം എന്തും ചിന്തിക്കാനും പെരുമാറാനും. നമ്മളുടെ അമ്മ മാത്രമാണ് 3 പേര്, അച്ഛൻ ഒരാളാണ്. ആ അച്ഛനിപ്പോൾ ഇവിടെ ഇല്ല, ദിവംഗതനായി. അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹം കൊടുത്ത വരമാണ്. ആ അച്ഛൻ്റെ വാക്കനുസരിച്ചാണ് ഞാൻ കാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. അച്ഛൻ പറഞ്ഞ ആ വാക്കും കൊടുത്ത വരവും എല്ലാം ആർക്കും തിരുത്താൻ പറ്റില്ല. അച്ഛനാണെങ്കിൽ തിരുത്താമായിരുന്നു, അദ്ദേഹമില്ല, ദിവംഗതനാണ്. അതുകൊണ്ട് ഇനിയുള്ള 14 കൊല്ലം അയോധ്യ സിംഹാസനത്തിൻ്റെ ആതപത്രം നിൻ്റെ തലയെ അലങ്കരിക്കണം, നിൻ്റെ തലയുടെ മുകളിലാകണം. എനിക്കാകട്ടെ ദണ്ഡകാരണ്യത്തിലെ വൃക്ഷഛായകളാണ് 14 കൊല്ലം. ഇതിന് ഒരാളും ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. അതുകൊണ്ട് നീ മടങ്ങിപ്പോയി സിംഹാസനത്തിലിരുന്ന് രാജ്യം ഭരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് എതിരായി ഒരു വാക്ക് പോലും എന്നോട് പറയരുത്. ഭരതൻ എന്തു ചെയ്യും? ഞാൻ എപ്പോഴും പറയും, നോക്കൂ, വിശേഷപ്പെട്ട ഇക്ഷ്വാകു വംശത്തിലെ അയോധ്യ സിംഹാസനം, അത് 2 പേരും വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ഊഞ്ഞാലാടിയത് ആ സിംഹാസനം. ഇതാണ് കൂട്ടരെ ഭാരതത്തിൻ്റെ സ്വഭാവത്തന്മ. നമ്മൾ ദുരയന്മാരല്ല, കൊതിയന്മാരല്ല, അത്യാഗ്രഹികളല്ല. നമുക്ക് വേണ്ടത് ന്യായപൂർവമേ വേണ്ടൂ, അന്യായം നമുക്ക് വേണ്ട. അത്യാർത്ഥി നമ്മൾ സമ്മതിക്കുന്നില്ല. സിംഹാസനമായാലെന്ത്, ഒരു തുരുമ്പായാലെന്ത്, ശരിയാണെങ്കിൽ മാത്രമേ നമ്മളത് എടുക്കുള്ളൂ. ആരെന്ത് തന്നാലും സ്വീകരിക്കില്ല. നമുക്ക് സ്വീകരിക്കാൻ അർഹതയും ആ ആൾക്ക് തരാനുള്ള അർഹതയും ഉണ്ടെങ്കിലേ സ്വീകരിക്കുള്ളൂ. അതാണ് നമ്മുടെ കുട്ടികളെ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു സാധനം ഒരാൾ തന്നാൽ നിങ്ങൾ എടുക്കരുതെന്ന്. ചില കുട്ടികൾ നമ്മൾ കൊടുത്താൽ എടുക്കില്ല. ഇപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കുട്ടികളെ. എന്താ നിങ്ങൾ വിചാരിക്കുന്നത്? 2 ആളും വേണ്ട എന്ന് പറഞ്ഞ് ഊഞ്ഞാലാടി അവിടെയാണ്. ഈ നടന്ന സംഭവം ചിത്രകൂടത്തിലാണ്, നാട്ടുപുറത്തല്ല നടന്നത് അവിടെയാണ്. അവസാനം രാമൻ്റെ മെതിയടികൾ അവിടെ നിന്ന്, അതിൻ്റെ മുകളിൽ നിന്ന് അത് ശുദ്ധമാക്കിയതിന് ശേഷം ആ മെതിയടികൾ മേടിച്ച് തലയിൽ വെച്ചുകൊണ്ടാണ് പോയത്. അതിൻ്റെ ഇടയിൽ ശ്രീരാമൻ ഓർമ്മപ്പെടുത്തി ലക്ഷ്മണനെ. ലക്ഷ്മണ, നീ മനസ്സിലാക്കണം, ഭരതൻ്റെ അമ്മ കൈകേയി, നമ്മുടെ ചെറിയമ്മ, ആ ചെറിയമ്മയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന് മുൻപ് ചെറിയമ്മയുടെ അച്ഛൻ മുത്തശ്ശൻ പറയുണ്ടായി ദശരഥനോട്. എന്താ പറഞ്ഞത്? 2 വിവാഹം കഴിച്ചു. ആ 2 പേർക്കും കൂടി ഇപ്പോൾ കുട്ടികളുണ്ടായിട്ടില്ല, ആൺകുട്ടികളുണ്ടായിട്ടില്ല. അതുകൊണ്ടാണല്ലോ 3ാമത്തെ വിവാഹം കഴിക്കുന്നത്. ഇനിയിപ്പോൾ എൻ്റെ മകളെ വിവാഹം കഴിച്ചു തന്നു, അവൾ ഗർഭവതിയായി, കൂട്ടത്തിൽ മറ്റുള്ളവരും ഗർഭവതിയായി എന്നുണ്ടെങ്കിൽ 3 കുട്ടികൾ ജനിക്കും. അങ്ങനെ വരുമ്പോൾ എൻ്റെ മകന് രാജ്യം കൊടുക്കാതിരുന്നാൽ പറ്റില്ല. ആ സമയത്ത് മാത്രം, ഇപ്പോൾ കുട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്നത്. കുട്ടി ഉണ്ടാവുന്ന സമയത്ത് മറ്റവർക്കുണ്ടായ ആ കുട്ടിയെ പിടിച്ച് സിംഹാസനത്തിലിരുത്താമെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് എനിക്ക് വാക്ക് തരണം. എന്തു തരണം?
എൻ്റെ മകൾക്കുണ്ടാവുന്ന കുട്ടിയെ എന്ത് കാരണത്താലും സിംഹാസനത്തിൽ ഇരുത്തി രാജാഭിഷേകം ചെയ്യും എന്ന് ഉറപ്പ് തന്നാലേ തരുള്ളൂ എന്ന് പറഞ്ഞു. ഇത് ഓർമ്മ വയ്ക്കണം. അപ്പോൾ വാസ്തവത്തിൽ സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ആരാ? ഞാനോ അതോ ഭരതനോ? ആലോചിച്ച് നോക്ക്. ഇതൊക്കെ ഓരോ സന്ദർഭം നോക്കി വാൽമീകി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ചിലരുടെ മനസ്സ് ചിലപ്പോഴൊക്കെ ഒന്ന് പാളിപ്പോയി, സത്യം വിട്ടുപോയി എന്ന് വരും. ആ വിട്ടുപോകുന്ന സമയത്ത് അതിനെ ശരിയായ പാതയ്ക്ക് കൊണ്ടുവന്ന് അതിനെ വേണ്ടതുപോലെ ആക്കുക. അതാണ് ശ്രീരാമനെ മര്യാദാ പുരുഷോത്തമൻ എന്ന് പറയുന്നത്. മെതിയടി തലയിൽ വെച്ച് പിന്നാക്കം തിരിഞ്ഞു നോക്കി ഭരതനും സേനാസന്നാഹങ്ങളുമെല്ലാം തിരിഞ്ഞു പോയതിന് ശേഷം മെതിയടികളെ സിംഹാസനത്തിൽ വെച്ച് അഭിഷേകം ചെയ്തു. ഉടനെ അയോധ്യയിൽ നിന്ന് പുറത്തു കടന്ന് നന്ദിഗ്രാമത്തിലിരുന്നാണ് ഭരതൻ രാമൻ്റെ ഭൃത്യനായി രാജ്യം പരിപാലിച്ചത് 14 കൊല്ലം. ചിത്രകൂടത്തിൽ തിരിച്ചു വരുന്നതിന് മുമ്പ് ചേട്ടനോട് പറയുണ്ടായി, എൻ്റെ ജ്യേഷ്ഠ ഒരു കാര്യം ഓർമ്മ വയ്ക്കണം. എന്നോട് പറഞ്ഞത് ഇങ്ങനെയല്ലേ, ഞാൻ ഇനി മെതിയടിയെ അഭിഷേകം ചെയ്താണ് രാജ്യം ഭരിക്കാൻ പോണത്. ജ്യേഷ്ഠൻ്റെ ഭൃത്യനായി, വിശ്വസ്തനായി. 14 കൊല്ലം കഴിയുന്ന ദിവസം ജ്യേഷ്ഠൻ അവിടെ വന്നിട്ടില്ല എന്നിരിക്കട്ടെ, ഞാൻ ജീവത്യാഗം ചെയ്യും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആരാ ഇതിൽ മേലെ? രാമനോ മീതെ, ഭരതനോ മീതെ, ലക്ഷ്മണനോ മീതെ? ആരാ? അതോ സീതയോ മീതെ? ഊർമിളയാണോ? പറയാൻ പറ്റില്ലപ്പാ. അത്ര വിശേഷപ്പെട്ട ഒരു മനുഷ്യബന്ധവും സാഹോദര്യവുമാണ് നമ്മളിവിടെ കാണുന്നത്. ഇതാണ് ഭാരതത്തിൻ്റെ മൂല്യബദ്ധത. 14 കൊല്ലം ഒരു ദിവസം ഞാൻ കൂടുതൽ രാജ്യം ഭരിക്കില്ല എന്ന്, മാത്രമല്ല ജീവത്യാഗം ചെയ്യുമെന്ന്. ഈ വനസംവാദം നടന്നത് ഇന്നും ലോകത്തിൽ ഇന്ത്യ രാജ്യം മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളിലുള്ളവരും ഇത് വാഴ്ത്തി, ഇത് സ്മരിച്ച്, ഇതിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് അവയെ അനുധാവനം ചെയ്ത് തൻ്റെ ജീവിതത്തെ പുനിതവും പവിത്രവും ധന്യവും അലങ്കൃതവുമാക്കി തീർക്കുന്നുണ്ട്. ത്രേതായുഗത്തിൽ നടന്ന സംഭവമാണ് വനത്തിൽ. ആ വനസംഭവത്തെ ജനമനസ്സിൽ അധിവസിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ എല്ലാവരും ആലോചിക്കാൻ ഭൂമാനന്ദ സ്വാമി ഇതാ നിർബന്ധിക്കുന്നു, ആഹ്വാനം ചെയ്യുന്നു. സാഹിത്യത്തിന് വല്ല സ്ഥാനവുമുണ്ടോ മനുഷ്യരാശിയിൽ, മനുഷ്യൻ്റെ ജീവിതത്തിൽ? ആ സാഹിത്യം ആനുകാലികം മാത്രമാണോ, അതോ അതിൽ ശാശ്വത സാഹിത്യം എന്നൊന്നുണ്ടോ? മനുഷ്യൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും ബാധിക്കുന്ന ശാശ്വത മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെ വേണ്ടതുപോലെ സ്ഥല സംഭവ വ്യക്തി ദൃഷ്ടാന്തങ്ങളോടുകൂടി അവതരിപ്പിക്കുമ്പോഴാണ് ഇതിഹാസം എന്ന് പറയുന്ന കാവ്യം രൂപപ്പെടുന്നത്. ഈ നടന്ന സംഭവത്തെ നമ്മുടെ വാൽമീകി മഹർഷി, ആരാ ഈ വാൽമീകി മഹർഷി? വനചോരൻ, പുറ്റുമഹർഷിയായി മാറിയവൻ, പുറ്റുമഹർഷിയായിട്ട് മാറിയവൻ. കാട്ടാളനായിരുന്നു, തട്ടിപ്പറിക്കാരൻ. ആ തട്ടിപ്പറിക്കാരൻ പുറ്റുമഹർഷിയായി തീർന്നു. ആ തപസ്സിൻ്റെ വൈഭവം എത്രയുണ്ട് ഒന്ന് നല്ല പോലെ ആലോചിക്കൂ. പുറ്റൊക്കെ തട്ടിക്കളഞ്ഞ് നോക്കിയപ്പോൾ ചെറിയ ചെടികളായി കണ്ടവ ഒക്കെ പടുവൃക്ഷങ്ങളായിരിക്കും. എത്ര കാലം അദ്ദേഹം തപസ് ചെയ്തിരിക്കണം? അദ്ദേഹത്തിൻ്റെ തൂലിക അദ്ദേഹത്തിൻ്റെ മനസ്സും ബുദ്ധിയും എന്തെല്ലാം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തുവോ അതിലൂടെ പകർത്തി കൊണ്ടുവന്ന ആ തൂലിക രചനയാണ് രാമനെയും രാമായണത്തെയും ശാശ്വതമാക്കി നിലനിർത്തുന്നത്. രാമനെപ്പോലെ വേറെ ചില രാജകുമാരന്മാരും അതിനു മുമ്പുണ്ടായിരുന്നിരിക്കണം, അതിന് ശേഷവും ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ അവരെ പറ്റി ഒരക്ഷരം നമുക്കറിയില്ല. എന്നാലോ രാമനെ പറ്റി എല്ലാം നമുക്കറിയാം. ചിത്രകൂടം വിട്ട് ദണ്ഡകാരണ്യത്തിലേക്ക് പോവാണ് 3 ആളും കൂടി. അപ്പോൾ വഴി നടന്നിങ്ങനെ പോവാണല്ലോ, നല്ല സമയമുണ്ടാവും. സീതയ്ക്ക് രാമനോട് സംസാരിക്കാൻ ഒരവസരം കിട്ടി. അപ്പോൾ പറയാണ്, ആര്യപുത്ര, അങ്ങ് ധർമ്മിഷ്ഠനാണ്, മര്യാദകളുടെ മൂർത്തിമദ്ഭാവമാണ്. എനിക്ക് അങ്ങയെപ്പറ്റി ഒരു സംശയവുമില്ല. സത്യസന്ധനാണ്, പരസ്ത്രീയെ ഒന്ന് നോക്കുപോലും ചെയ്യില്ല, അങ്ങനെ ഒരു ദൂഷ്യമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും അപ്പാ എൻ്റെ മനസ്സിലൊരു സംശയമുണ്ട്.
അങ്ങ് വീര്യവും പരാക്രമവും ഉള്ളവനാണ്, കോദണ്ഡധാരിയാണ്. അമ്പും വില്ലും കയ്യിലെടുത്താൽ അങ്ങയെ തടുക്കാൻ ലോകത്തിൽ ഒരു ശക്തികളുമില്ല. അത്രയ്ക്ക് വീര്യവും പരാക്രമവും തുളുമ്പുന്ന അങ്ങയുടെ മനസ്സിൽ ശത്രുവല്ലാത്ത ആരുടെയെങ്കിലും നേരെ ശരം പ്രയോഗിക്കുമോ എന്നെനിക്കൊരു സംശയമുണ്ട്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? സീത പറയാണ് രാമനോട്, എൻ്റെ അച്ഛൻ എനിക്കൊരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാനത് പറഞ്ഞു ധരിപ്പിക്കാം, ഓർമ്മ വരുമെന്ന് വിചാരിക്കുന്നു. എന്താണത്? ഒരു ബ്രാഹ്മണൻ ഘോര വനത്തിൽ ചെന്ന് തപസ്സാരംഭിച്ചു. തപസ് കുറേ നാളായി. അവിടെ ഒരു കുടീരം കെട്ടി ആ വനാന്തരീക്ഷത്തിൽ അരുവികളിൽ കുളിച്ച് ജപവും തപവുമായിട്ട് കുറേ കാലമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു രാജാവ് ഒരു വാളും കൊണ്ടവിടെ വന്നു. എന്നിട്ട് പറയുകയാണ്, ഞാൻ തപസ് ചെയ്യാൻ പോവാണ് കുറേ കാലം, പക്ഷേ എൻ്റെ ഈ വാള് വളരെ വിലപിടിച്ചതാണ്. ഈ വാളിനെ അങ്ങൊന്ന് പരിരക്ഷിക്കണം, ഞാൻ തിരിച്ചു വന്ന് എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. അത് എന്നും അന്ന് തുടച്ച് വെടുപ്പാക്കി നന്നാക്കി വൃത്തിയാക്കി വെച്ചുകൊണ്ടിരിക്കണം. ബ്രാഹ്മണൻ ഒരപേക്ഷയല്ലേ, സമ്മതിച്ചു. തന്നത് വാളാ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വാള് വെട്ടാനും കുത്താനും ഒക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ ഒരാൾ വാളെ ഏൽപ്പിച്ചാൽ ആ ആൾ പിന്നെ അത് പ്രയോഗിക്കില്ലല്ലോ തിരിച്ചു കിട്ടുന്നത് വരെ. അപ്പോൾ അത്രയും കാലം അഹിംസ നടക്കുമല്ലോ. വളരെ സന്തോഷമായി മേടിച്ചു വെച്ചു. പറഞ്ഞിട്ടുണ്ടല്ലോ സൂക്ഷിക്കണമെന്ന്. ആ രാജാവ് പോയി തപസ് ചെയ്യാൻ അത് പ്രതിദിനമെടുത്ത് ഉറയിൽ നിന്ന് പുറത്തേക്കെടുത്ത് കുറച്ച് വെടുപ്പാക്കി വയ്ക്കും. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അതെടുത്തിട്ട് ആ വാളിൻ്റെ 2 തലയും മൂർച്ചയാണല്ലോ, ഒന്നിങ്ങനെ തലോടി നോക്കിയപ്പോൾ കയ്യും മുറിഞ്ഞു. ഇത്ര അധികം മൂർച്ചയോ അതിന്? തുടച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചു. പിറ്റേ ദിവസം അദ്ദേഹത്തിന് തോന്നി, ഞാൻ വെറുതെ ഒന്ന് തലോടിയപ്പോൾ ആ തലോടലിൽ എൻ്റെ വിരൽ മുറിഞ്ഞു എന്നുണ്ടെങ്കിൽ ഈ വാളിന് എത്രമാത്രം മൂർച്ചയുണ്ടാവണം, അതൊന്ന് പരീക്ഷിച്ച് കളയാമെന്ന് തോന്നിയത്രേ. എന്നിട്ട് ചെറിയ ചെടികളെ വെട്ടിയപ്പോൾ വെട്ടുമ്പോഴേക്ക് അത് താഴത്ത് വീണു. അയ്യോ, നല്ല വാളാണല്ലോപ്പാ, അസല് മൂർച്ചയുണ്ട്. തുടച്ചെടുത്ത് വെച്ചു. 2 ദിവസം കഴിഞ്ഞ് നോക്കി, ഈ ചെടികളല്ലേ വീണുള്ളൂ. ആദ്യം വള്ളികളെ മുറിച്ച്, പിന്നെ ചെടികളെ മുറിച്ചു. അപ്പോൾ ഇനി ഇത് ജീവജാലങ്ങളെ മുറിക്കുമോ എന്ന് നോക്കി ഒരു മാൻകുട്ടിയുടെ കഴുത്താ വെട്ടി, അതും പെരണ്ട് താഴത്ത് വീണു. എന്തിനു പറയണേ? ആരാ ഈ ചെയ്യണത്? ബ്രാഹ്മണൻ, ക്ഷത്രിയനല്ല. ആ ബ്രാഹ്മണൻ ഇങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണ്? ഇതുമാതിരി ഒരു തകരാറ് അങ്ങയ്ക്ക് വരുമോ എന്നാണ് പേടിയത്. എന്തിനാ വാൽമീകി ഇത് പറഞ്ഞത്? തന്നോട് ശത്രുതയില്ലാത്ത ആരുടെയും നേരെ അമ്പും വില്ലും പ്രയോഗിക്കുമോ എന്നെനിക്കൊരു സംശയമുണ്ടെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. എന്താ നടന്നതെന്ന്. ബാലിയെ വധിച്ചത് എങ്ങനെയാ? ഒളിഞ്ഞു നിന്നിട്ടാ. ബാലിക്ക് വല്ല ശത്രുതയുണ്ടായിരുന്നോ? ഇല്ല. എന്നാലും ബാലിയെ വധിച്ചില്ലേ? ബാലി ചോദിക്കുന്നുണ്ടല്ലോ എന്തിനാന്ന്. ഇന്നും രാമായണം വായിക്കുന്ന രാമായണ ഭക്തന്മാർക്കും രാമഭക്തന്മാർക്കും മനസ്സിലുള്ള ഒരു സങ്കടമാണ്. ബാലിയെ ഒളിയം ചെയ്തത് ശരിയായില്ല എന്ന്. അവരുടെ സങ്കടത്തിനോ അവരുടെ മനസ്സിലുള്ള സംശയത്തിനോ ഒരു സ്ഥാനവുമില്ല. വാൽമീകി മഹർഷിയുടെ രാമനെയാണ് നിങ്ങൾ പറയണത്. അപ്പോൾ വാൽമീകി മഹർഷിക്ക് ഇതേമാതിരിയുള്ള സങ്കടം ഉണ്ടായിരിക്കണമല്ലോ. രാമായണം എടുത്ത് വായിച്ചു നോക്കൂ. ബാലി ചോദിക്കുന്നു, രാമൻ മറുപടി പറയുന്നു. അവസാനം മറുപടി പറഞ്ഞ് കേട്ട്, എൻ്റെ മനസ്സിലുള്ള മോഹം കൊണ്ടാണ് എനിക്ക് വിഷമം തോന്നിയത്, എനിക്കിപ്പോൾ ആശയത്തെളിച്ചം വന്നു, അങ്ങ് ചെയ്തത് ശരിയാണെന്ന് ബാലി വരെ സമ്മതിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ശാസ്ത്രം വായിക്കുന്ന സമയത്ത് അത് നല്ല പോലെ ഒന്ന് വായിക്കണം. വാൽമീകി എന്തിനാ ഈ രാമനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്? അതിൽ നടന്നതും നടക്കാത്തതും എല്ലാം പറയുന്നുണ്ടല്ലോ. തെറ്റുണ്ടെങ്കിൽ തെറ്റും പറയുന്നുണ്ട്. അതിൽ നിന്ന് പലതും ഗ്രഹിക്കാനുള്ളതാണ്. ദണ്ഡകാരണ്യത്തിൽ ചെന്ന് 13 വർഷം അവിടെ കഴിച്ചുകൂട്ടി. അവിടെ അനവധി രാക്ഷസന്മാരും ആക്രമണകാരികളും ഉണ്ടായിരുന്നു. അവരെയൊക്കെ നേരിട്ട് ദണ്ഡകാരണ്യത്തിനെ ശുദ്ധമാക്കി 13 കൊല്ലം കഴിഞ്ഞപ്പോൾ 14ാമത്തെ കൊല്ലം ശ്രീരാമൻ പറയുകയാണ് സീതയോട്, എന്തായാലും നമ്മൾക്ക് 14 കൊല്ലം കഴിഞ്ഞാൽ മടങ്ങി പോകണമല്ലോ,
ഒരു കൊല്ലമെങ്കിലും നമുക്കൊരു കുടീരം കുത്തി തപസ് ചെയ്ത് ആ തപോബലത്തോടു കൂടി അനുഗ്രഹത്തോടു കൂടി മടങ്ങിപ്പോവാം സീതയെ എന്ന് പറഞ്ഞ് എവിടെയാണ് കുടീരം വയ്ക്കുക എന്നിങ്ങനെ അന്വേഷിച്ചപ്പോൾ മഹർഷിമാർ വന്നു. അവർ പറഞ്ഞു, രാമ, ജനസ്ഥാനത്താണ് കുടീരം ഉണ്ടാക്കേണ്ടത്. ജനസ്ഥാനം. ഓ, അപ്പോൾ ജനസ്ഥാനത്തൊരു കുടീരം വെച്ച് താമസമായി. എന്താ ഈ ജനസ്ഥാനം? അത് പിന്നീടാണ് മനസ്സിലാവുന്നത്. അവിടെ കുടീരം വെച്ച് അങ്ങനെ കഴിഞ്ഞുകൂടിയപ്പോൾ ഒരു ദിവസം ശൂർപ്പണഖ വന്നു. ശൂർപ്പണഖ ആരാന്ന് ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ, രാവണൻ്റെ സഹോദരി. അവൾ വന്ന് കല്യാണം കഴിക്കാനുള്ള വർത്തമാനമൊക്കെയാണ് സംസാരിച്ചത്. രാമൻ പറഞ്ഞു, ഞാൻ വിവാഹിതനാണ്, ലക്ഷ്മണനെ തരണ്ടെങ്കിൽ നോക്കിക്കോളൂ എന്നായി. ലക്ഷ്മണനും വിവാഹിതനാണ്, അത് രാമൻ പറഞ്ഞില്ല. അപ്പം ലക്ഷ്മണന് ദേഷ്യം വന്നിട്ട് അംഗവൈകല്യം വരുത്തിയിട്ടാണ് പറഞ്ഞയച്ചത്. ആ സ്ത്രീ അവിടുന്ന് ഓടിപ്പോയി രാവണനെ പറഞ്ഞ് പ്രേരിപ്പിച്ച്, രാമനൊരു സീതയുണ്ട്, ലോകത്തിൽ വെച്ച് ഏറ്റവും അഴകിയാണ് അവൾ, രാമനൊന്നുമല്ല വേണ്ടത്, നിനക്കാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചൊടിപ്പിച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള സംഭവങ്ങൾ ഉണ്ടായത്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ രാവണൻ്റെ കീഴിൽ ഖരദൂഷണ തൃശിരസ്സുമാർ 14,000 സൈനികരോടുകൂടി ജനസ്ഥാനത്തിൽ തമ്പടിച്ചിരുന്നു. ഈ വർത്തമാനം ആർക്കാ അറിയുക? ഇന്നത്തെ പോലെയുള്ള ഇൻ്റലിജൻസ് സിസ്റ്റം, വൈറസ് ഒന്നും അന്നുമില്ല. അപ്പോൾ ഈ വനത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അറിയുന്നത് തപസ്വികളും മഹർഷിമാരും സന്യാസിമാരുമൊക്കെയാണ്. അപ്പോൾ അവിടെയുള്ള മഹർഷിമാരത് മനസ്സിലാക്കി. 14,000 സേനകളെയാണ് കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നത്. അത് ഇന്ത്യയെ ആക്രമിക്കാനാണ്. അത് മനസ്സിലായപ്പോൾ ഈ 14,000 സേനകളെ നേരിടാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി രാമൻ. ആ രാമൻ വന്ന വിവരവും എന്തിനാണ് വന്നത്, ആ രാമൻ്റെ മനക്കരുത്ത് എത്രയുണ്ട്, അസ്ത്രസാമർഥ്യം എത്രയുണ്ട്, ശരപ്രയോഗത്തിൽ എത്രത്തോളം വൈദഗ്ധ്യമുണ്ട്, ഇതൊക്കെ അവർ നോക്കി മനസ്സിലാക്കി. അവരൊരു സ്വല്പം വ്യാജം ഉപയോഗിച്ചാണ് ജനസ്ഥാനത്തിലാണ് കുടീരം വെച്ചാൽ നന്നായിരിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ജനസ്ഥാനത്തിൽ ശ്രീരാമൻ കുടീരം കുത്തി താമസിക്കുമ്പോൾ പ്രകൃത്യാ ഈ രാക്ഷസന്മാരായിട്ട് ഒരു ഒരസലുണ്ടാവും. ആ ഒരസലുണ്ടായാൽ രാമൻ വകവരുത്തിക്കോളും അവരെ എന്ന് തോന്നി. അപ്പോൾ ആ സൈന്യത്തെ മുഴുവൻ നശിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് രാമൻ പറഞ്ഞു, ലക്ഷ്മണ, ഞാൻ തന്നെയാണ് പോണത്, നീ എൻ്റെ കൂടെ വരണ്ട, സീതയെ വേണ്ടതുപോലെ പരിരക്ഷിച്ചോ എന്ന് പറഞ്ഞ് രാമൻ പോയി. ഒറ്റയ്ക്ക് എല്ലാവരെയും കൊന്നൊടുക്കി തിരിച്ചു വന്ന് വില്ല് കുത്തി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മഹർഷിമാർ വന്ന് പറയുന്നത്, രാമ, ഞങ്ങൾ നിന്നോട് ജനസ്ഥാനത്താണ് കുടീരം വെച്ച് തപസ് ചെയ്യാൻ നല്ലത് എന്ന് പറഞ്ഞത് സ്വല്പം വ്യാജമുണ്ടായിരുന്നു. അതിൽ ഞങ്ങളുടെ ഉദ്ദേശം ഈ രാവണൻ്റെ സേനയെ, ഖരദൂഷണ തൃശിരസ്സുമാരെ നീ നേരിടാൻ ശക്തനാണ്, നിൻ്റെ ഹസ്തങ്ങളിൽ അവർ നശിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഞാനിത് പറയുന്നത് രാമായണത്തിൽ എന്തെല്ലാം ഉണ്ട്, എങ്ങനെയാ ഏതാ എന്നൊക്കെ മനസ്സിലാക്കണം. ഖരദൂഷണ തൃശസ്സുമാരെയും സൈന്യത്തെയൊക്കെ നശിപ്പിച്ചത് ശരി, സംഭവം അവിടം കൊണ്ട് നിൽക്കുമോ? നിൽക്കില്ല. കാരണം എന്താ? ശൂർപ്പണഖ രാവണ ചക്രവർത്തിയുടെ സ്വർണലങ്കാധിപൻ്റെ സഹോദരിയാണ്. ആ സംഭവം നടന്നുല്ലോ, അതവിടെ വെറുതെ നിൽക്കുമോ? നിൽക്കില്ല. രാവണനെ പറഞ്ഞ് ഏൽപ്പിച്ച് രാവണൻ്റെ മനസ്സിലൊരു കമ്പം കയറ്റി. അവസാനം എന്തായി? കുടീരത്തിലൊരു മാൻ. അത് എന്ത് മാനാ? സ്വർണമാന. സ്വർണമാൻ ഒന്നുണ്ടോ ലോകത്തിൽ? ഇല്ല. അസംഭവം ഹേമമൃഗസ്യ ജന്മ തഥാപി രാമോ ലുലുഭേ മൃഗായ പ്രായസമാപന്ന വിപത്യകാലേ ധിയോ വിപുംസാം മലിനാ ഭവന്തി. ഒരു സ്വർണമാൻ എന്ന് പറയുന്നത് ഒരിക്കലും ലോകത്തിൽ സംഭവിക്കാത്തതാണ്. സജീവമായൊരു മൃഗമാണ് എന്ത്? മാൻ. ആ മാൻ പ്രസവിക്കുന്നത് അതുപോലെയുള്ള ഒരു മാൻകുട്ടിയെ പ്രസവിക്കുള്ളൂ. അതെങ്ങനെയാണ്? ഈ ലോഹമാണല്ലോ സ്വർണം. ആ ലോഹമായ സ്വർണത്തിന് ജീവനുണ്ടോ? അങ്ങനെ ഒരു സ്വർണ്ണമാൻ ഉണ്ടാവുമോ? അത് ഉണ്ടാവില്ല എന്ന് കുട്ടികൾക്ക് പോലും അറിയാം. അങ്ങനെ ആയാലും എന്തുണ്ടായി? തഥാഭിരാമോ ലുലുഭേ മൃഗായ. ആ സ്വർണ്ണമാനെ കണ്ട് സീതയ്ക്ക് മാത്രമല്ല മോഹം,
അതിങ്ങനെ വന്നു ഒന്നിങ്ങനെ നോക്കി. അതിൻ്റെ കണ്ണ് വളരെ വിശേഷമാണല്ലോ. വാലൊന്നും കിട്ടാൻ ഇളക്കം ചെയ്തു. അപ്പോൾ സീതയ്ക്ക് സന്തോഷമായി, ആകർഷണമായി. നോക്കി, അത് പിന്നെയും കുലുക്കി, പിന്നെയും നോക്കി, പിന്നെ ആട്ടി. എന്തിനു പറയണു, ആ മാനെ കിട്ടണം എന്നായി. സെക്കൻഡ് കൊണ്ട് നടന്ന സംഭവമാണ്. രാമനെ വിളിച്ച് എങ്ങനെയായാലും ഈ പൊന്മാനെ പിടിച്ചു കൊണ്ടുവരണം. ജീവനോട് കൂടി കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ അതിനെ കൊന്നിട്ട് അതിൻ്റെ തോലെങ്കിലും കൊണ്ടുവരണം. ഞാനത് ഉണക്കി സൂക്ഷിച്ചോളാം. നമുക്ക് അയോധ്യയ്ക്ക് പോയാൽ അതിൻ്റെ മുകളിൽ പുൽത്തകടിൽ വിരിച്ച് രണ്ടാൾക്കും കൂടി ഇരുന്ന് സംവദിക്കാമെന്നു. രാമൻ പോവാൻ പുറപ്പെട്ടു. ലക്ഷ്മണൻ പറഞ്ഞു, പോകരുത് ചേട്ടാ, നമ്മൾ ശത്രുക്കളുടെ ഇടയിലാണ് താമസിക്കുന്നത്. ശൂർപ്പണയ്ക്ക് വന്നു പോയ ചരിത്രം അറിയാം. 14,000 സേനയാണ് അങ്ങ് തന്നെയാണ് കൊന്നൊടുക്കിയത്. അപ്പോൾ ഇവിടെ താമസിക്കുന്നത് എളുപ്പമല്ല. ഇത് മായാമൃഗമായിട്ട് എന്തോ വന്നതാണ്, ഇതിൻ്റെ പിന്നാലെ പോകരുതെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ രാക്ഷസനെ ശിക്ഷിക്കും. അല്ലെങ്കിൽ സീത ആവശ്യപ്പെട്ട പ്രകാരം മാനായിട്ട് തന്നെ പിടിച്ചുകൊണ്ട് വരും. ജാനകി എന്നോട് ഒന്നും പറയാറില്ല, ഇതാദ്യമായി പറഞ്ഞതാ. അതുകൊണ്ട് ഞാൻ പൂവന്നെയാണെന്ന് പറഞ്ഞു. ആരോട്? ലക്ഷ്മണനോട്. പിന്നെ എന്താ ചെയ്യുക? പോയി. മിനിറ്റുകൾക്കുള്ളിൽ ഒരു ദീനസ്വരം, രാമാ, അല്ല ലക്ഷ്മണ, സീതേ, ലക്ഷ്മണ, സീതേ എന്നൊരു വിളി. സീതയ്ക്ക് പരിഭ്രമായി. ലക്ഷ്മണൻ പറഞ്ഞു, എനിക്കെൻ്റെ ജ്യേഷ്ഠനെ നല്ലപോലെ അറിയാം, അദ്ദേഹത്തിന് ഒരപകടവും വരില്ല. ജ്യേഷ്ഠത്തിയമ്മ അതിനുവേണ്ടി ഒന്നും പരിഭ്രമിക്കരുത്. സീതയ്ക്ക് കൂട്ടാക്കിയില്ല. അവിടെയാണ് എനിക്ക് ഈ സീതയോട് ഇത്തിരി വിഷമമുള്ളത്. എൻ്റെ മുമ്പിൽ വന്നാണല്ലോ നല്ല ചൊടിയായിട്ട് ഞാൻ ചോദിക്കും, സീതേ, ഭവതി വന്നത് എന്നാ? പ്രായമൂപ്പായതിനു ശേഷം. അവർ രണ്ടുപേരും ഒരേ സമയത്ത് ജനിച്ച കുട്ടികളാണ്. എത്രത്തോളം കാലം അവർക്ക് സാഹോദര്യം വിടാതെ ഇരിക്കുന്നുവോ, ജ്യേഷ്ഠത്തിയമ്മയ്ക്ക് അതിൽ ഇടപെടേണ്ട യാതൊരു ആവശ്യവുമില്ല. രാമനെ കൂടുതൽ അറിയുന്നത് ആരാ? എന്താ ഈ പിടിപ്പില്ലാതെ സംസാരിക്കുന്നത്? എന്തിനു പറയണു? ലക്ഷ്മണ, ഓടിച്ചെല്ലണം എന്നായി. ലക്ഷ്മണൻ പറഞ്ഞപ്പോൾ കൂട്ടാക്കണില്ല. അവസാനം ഈ സ്ത്രീകൾക്ക് ഒരു കഠിനമായ ഒരു അസ്ത്രം ഉണ്ടല്ലോ. അസ്ത്രം എന്താ? നീ വെറുതെയൊന്നുമല്ല രാമൻ്റെ പിന്നാലെ വന്നത്, രാമനെ രക്ഷിക്കാനൊന്നുമല്ല. നിൻ്റെ കണ്ണ് എന്നിലാണ്. നിനക്കെന്നെ കിട്ടില്ല, ഞാൻ ഈ നദിയിൽ ചാടി മരിക്കും. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ അടച്ചു. വനദേവതകൾ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് അടയാളത്തിനൊരു വരയിട്ടിട്ട് അങ്ങോട്ട് പോയി. ആ വര താണ്ടിക്കടന്ന് രാവണ സന്യാസിക്ക് ഭിക്ഷ കൊടുത്ത് മിനിറ്റുകൾക്കകം സീത ദാസിയായി. രാവണൻ്റെ ദാസ്യത്തിലെ നോക്കൂ. രാവണൻ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് സീത പരിതപിക്കുകയാണ്, അയ്യോ ഞാൻ ലക്ഷ്മണനോട് ഇങ്ങനെ പറഞ്ഞുവല്ലോ എന്ന്. അവർ തിരിച്ചു വന്നപ്പോൾ സീതയില്ല. രാമൻ വല്ലാതെ കരഞ്ഞ് വിതുമ്പാൻ തുടങ്ങി. അപ്പം ലക്ഷ്മണനാണ് സാരോപദേശം നൽകുന്നത്. ഈ സഹോദരന്മാരങ്ങനെയാണല്ലോ വേണ്ടത്. ഒരാൾക്ക് ബലക്ഷയം വന്നാൽ മറ്റാൾ ബലമുണ്ടാക്കി കൊടുക്കണം. അത് നോക്കിക്കോളൂ അവിടെ എത്ര ഭംഗിയായി നടക്കണമെന്ന്. ജ്യേഷ്ഠ, നമ്മളിങ്ങനെ കറഞ്ഞിരിക്കേണ്ടവരല്ല. സീത ആരോ പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള സീതയെ. നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം സീതയെ വീണ്ടെടുക്കുന്നതാവണം. ജ്യേഷ്ഠത്തിയമ്മയെ വീണ്ടെടുക്കണം. അത് വിട്ട് ഒരു കാര്യവും ഇവിടെ ചിന്തിക്കാനോ കരയാനോ സമയമില്ല. നമുക്ക് പുറപ്പെടാനായി. രണ്ടാളും കൂടി പുറപ്പെട്ടിട്ട് ആദ്യമായി കണ്ടത് ഒരു പക്ഷിയാണ്. ആ പക്ഷിയുടെ വയറിങ്ങനെ വീർത്തിരിക്കുന്നു. എന്താ വയറിങ്ങനെ വീർത്തിരിക്കണ എനിക്കറിയില്ല. ഉടനെ രാമൻ പറയാ, എൻ്റെ സീതയെ തിന്നിരിക്കുകയാണ് ഈ രാക്ഷസൻ, അവനെ ഇപ്പം അയക്കും ഞാൻ യമപുരിക്കെന്ന്. ആരാ പറയണത്? മര്യാദാ പുരുഷോത്തമൻ. അതും പറഞ്ഞിങ്ങനെ നടന്നപ്പോൾ ജടായുവാണത്. ആ ജടായു പറയുക, മഹാപ്രഭോ, എന്നെ യമപുരിയിലേക്ക് അയക്കുകയൊന്നും വേണ്ട, അങ്ങയുടെ അസ്ത്രമൊന്നും വേണ്ട. ഞാൻ എന്തോ ഒന്ന് അറിയിക്കാനിരിക്കണു. പ്രാണൻ ഞെരുക്കി പിടിച്ചാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഉടനെ എൻ്റെ പ്രാണൻ സ്വയം പോവും, അങ്ങയുടെ ശരം ആവശ്യമില്ല. രാവണൻ സീതയെ പുഷ്പക വിമാനത്തിൽ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. ഞാൻ അവനെ തടുത്തു. കുറച്ച് നേരം ഞങ്ങൾ തമ്മിൽ പോരാടി. അവസാനം വാളുകൊണ്ട് എന്നെ 2 ചറുകുകളും വെട്ടിയപ്പോൾ ഞാൻ താഴത്ത് വീണതാണ്. ഇതാ രാവണൻ പോയത് ഈ ദിശയിലാണ്, ഇത് പറയുക മാത്രമേ എനിക്ക് വേണ്ടൂ എന്ന്. രാമൻ്റെ മനസ്സിലുണ്ടായ പരിതാപം നോക്കൂ ലക്ഷ്മണ, എത്ര പിടിപ്പില്ലാതെ ഞാൻ സംസാരിച്ചു. ആത്മമിത്രമായിരിക്കുന്ന ഈ ജടായു പക്ഷിയെ ഞാൻ ശത്രുവാണ്, രാക്ഷസനാണ്, എൻ്റെ സീതയെ തിന്നു എന്ന് വരെ സംശയിച്ചുവല്ലോ. മനുഷ്യ മനസ്സ് എപ്പോഴും വികലമാണ്, സൂക്ഷിച്ചിരിക്കണം.
നോക്കൂ, എത്ര നിസ്സംശയം വാൽമീകി മഹർഷി ഈ മാതിരിയുള്ള കറുത്ത വശങ്ങളും ശ്രീരാമൻ മര്യാദാ പുരുഷോത്തമൻ്റെ എഴുതി നമ്മുടെ മുൻപിൽ വയ്ക്കുന്നു. ഇതിൽ നിന്ന് എന്തിനാ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എല്ലാവരുടെയും മനസ്സിന് ചില കാക്കപ്പുള്ളികളുണ്ടാവും. അത് നല്ല പോലെ മനസ്സിലാക്കി അവയ്ക്കെതിരെ ജാഗരൂകരായിരിക്കണം. അപ്പോഴേ പറ്റുള്ളൂ. സീതാന്വേഷണം മുന്നേറി ഋഷ്യമുഖത്തിൻ്റെ അടിയിലെത്തിയവർ ആര്? രാമനും ലക്ഷ്മണനും. സീതയില്ലല്ലോ. അവർ രണ്ടുപേരും താമസന്മാരാ. ഒരു പുതിയ വേഷം. സുഗ്രീവൻ ബാലികേറാമലയാണ് ഋഷ്യമുഖം. അവിടെ സമാധാനമായിട്ടിരിക്കുക. അപ്പതാ രണ്ടുപേര് താപസവേഷത്തിൽ വന്നിരിക്കണു. അവിടെ സംശയം തോന്നി, ഇതെന്താപ്പാ അത്? ഇവിടെയും ഇരിക്കാൻ സ്വൈരം തരില്ലേ നമ്മുടെ ജ്യേഷ്ഠൻ? ഹനുമാനെ വിളിച്ചു. ഹനുമാനാണ് ഏറ്റവും വിശ്വസ്തൻ. അവിടെ പോയി അന്വേഷിക്കൂ അവരാരാണെന്ന്. ഹനുമാൻ ഒന്ന് ആലോചിച്ചു. ഹനുമാൻ വാനരനാണല്ലോ, വന്നത് നരന്മാരാ. അവർ തപോവേഷത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാനൊരു തപോവേഷം ധരിച്ച് താപസനായിട്ട് പൊയ്ക്കളയാമെന്ന് പറഞ്ഞ് തപോവേഷത്തോട് കൂടിയിട്ടാണ് പോയത്. പോയി അങ്ങോട്ട് നോക്കിയപ്പോൾ രണ്ടാളും ഒരുപോലെ ആരാന്ന് മനസ്സിലാവില്ല. ഒരേ വയസ്സ്, ഒരേ പ്രായം, ഏതാണ്ട് മുഖച്ഛായയും ഒരേപോലെയുണ്ട്. അപ്പം ആ സമയത്ത് രണ്ടുപേരുടെയും നടുക്കിൽ ഒന്നിച്ചങ്ങോട്ട് നമസ്കരിച്ച് രണ്ടുപേരുടെ കാലും പിടിച്ചു അത്ര ഓരോ കൈകൊണ്ട്. നോക്കൂ, ചിത്രീകരണമാണ് ആരുടെ? വാൽമീകിയുടെ. അവിടുന്ന് എണീറ്റ് ഞാൻ ആരാ? എന്നെ പറഞ്ഞയച്ച സുഗ്രീവ മഹാരാജാവുണ്ടല്ലോ, ആ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ ഉടനെ ശ്രീരാമൻ പറയാണ്, ലക്ഷ്മണ, ഈ വന്നിരിക്കുന്ന ആൾ സംസാരിക്കുന്ന ഭാഷയുണ്ടല്ലോ, ആ ഭാഷയിൽ നല്ല വ്യാകരണമുണ്ട്. മധ്യമസ്വരത്തിലാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറയണത് വിശ്വസിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹനുമാൻ ആവശ്യപ്പെട്ടത് എന്താ? എൻ്റെ കൂടെ നിങ്ങൾ വരൂ ഋഷ്യമുഖത്തിലേക്ക്. എൻ്റെ മഹാരാജാവിനെ കണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. എൻ്റെ തോളത്ത് കയറിക്കോളൂ എന്നാണ് പറയണേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ തീരുമാനമെടുക്കാൻ സമയമൊന്നുമില്ല, പ്രശ്നം വയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ രാമൻ പറഞ്ഞത് ഇതാ. ഉടനെ ഹനുമാൻ പറഞ്ഞതനുസരിച്ച് തോളത്ത് കയറി അവിടെ ചെന്ന് സുഗ്രീവനുണ്ടോ ഒരു പിടിപ്പുമില്ല. രണ്ടാളും കൂടി സഖ്യം ചെയ്യാൻ കയ്യങ്ങോട്ട് നീട്ടിയത്രേ. അയ്യോ, പെട്ടെന്ന് അങ്ങോട്ട് ശ്രീരാമനെ പോലെ ഒരാളോട് സഖ്യം ചെയ്യാൻ ഈ കുരങ്ങനാരാ? അതൊന്നും ആലോചിച്ചില്ല. അപ്പോൾ വേഗം കണിക്കൊന്ന പൂവ് അടുത്തുണ്ടായിരുന്നത് എടുത്തുകൊണ്ട് അടിയിലിട്ടു അത്ര, ഈ സഖ്യത്തിനെ ഒന്ന് ദിവ്യമാക്കി തീർക്കാൻ. ആരാ? ഹനുമാൻ. അത് കഴിഞ്ഞ് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സീത അപഹരിക്കപ്പെട്ടു. ആ സീതയെ അന്വേഷിച്ചിട്ടാണ് ഞങ്ങൾ വരണത്. സുഗ്രീവനും പറഞ്ഞു, എൻ്റെ ചേട്ടനും ഞാനും എൻ്റെ ഭാര്യയെ അകപ്പെടുത്തിയിരിക്കണു, ആകെ മൊത്തം വലിയ വിഷമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അവർക്ക് ഓർമ്മ വന്നു, എന്തോ ഒരാഭരണപ്പൊതി വീട്ടിലുണ്ട്. പുറത്ത് പോയപ്പോൾ ഒരു പൊതി കണ്ടു. നോക്കിയപ്പോൾ അതിലെ ആഭരണം എന്തോ ആണ്. അങ്ങനെ എടുത്തു കൊണ്ട് വെച്ചിരിക്കുക. ഇങ്ങനെ ഒരു സാധനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതെങ്ങാനും ഈ സീതയുടെ ആവുമോ? ഈ വഴിക്ക് വല്ലവരും കൊണ്ടുപോയിട്ടുണ്ടാവുമോ? എന്തായാലും കൊണ്ടുവന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുവന്ന് ആ പൊതി അങ്ങോട്ട് അഴിച്ചു അത്രേ. ആ ആഭരണം ശ്രീരാമൻ നോക്കിയിട്ട് ലക്ഷ്മണനോട് പറയാണ്, ലക്ഷ്മണ, നിനക്ക് ഈ ആഭരണങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ ഒന്ന് നോക്ക്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അപ്പോൾ ലക്ഷ്മണന് പറയാണ്, ഞാനിത് ആദ്യമായി കേട്ടത് മുതൽക്ക് എത്ര കൊല്ലം മുമ്പാണ് കേട്ടതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ചൊല്ലാറുമുണ്ട്. നാഹം ജാനാമി കേയൂരേ നാഹം ജാനാമി കുണ്ടലേ നൂപുരേ ത്വഭിജാനാമി നിത്യം പാദാഭിവന്ദനാത്. സീതയുടെ ആഭരണമാണോ എന്നറിയാൻ വേണ്ടിയിട്ടല്ലേ ശ്രീരാമൻ ചോദിച്ചത്. അതിന് അദ്ദേഹം പറയുകയാണ്, നാഹം ജാനാമി കേയൂരേ. സീത ധരിച്ചിരിക്കുന്ന തോൾവളകൾ എന്താണെന്ന് എനിക്കറിയില്ല. നാഹം ജാനാമി കുണ്ടലേ. കാതിൽ ധരിച്ചിരിക്കുന്ന കുണ്ടലങ്ങളും എനിക്ക് എന്താണെന്നറിയില്ല. നൂപുരേ ത്വഭിജാനാമി. അവർ കാലിൽ ധരിച്ചിട്ടുള്ള പാദസ്വരം ഉണ്ടല്ലോ, അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. എന്താ കാരണം? നിത്യം പാദാഭിവന്ദനാത്. പ്രതിദിനം ഞാൻ ജ്യേഷ്ഠത്തിയമ്മയെ പോയി കാല് പിടിച്ച് നമസ്കരിക്കാറുണ്ട്.
ആ സമയത്ത് ആ കാലിലുള്ള നൂപുരം മാത്രമേ എനിക്ക് അറിയുള്ളൂ എന്ന്, വേറെ ഒന്നും അറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതാണപ്പാ നമ്മുടെ ഭാരതത്തിൻ്റെ ജീവിത മൂല്യങ്ങൾ. സദാചാര നിഷ്ഠ, ആത്മനിയന്ത്രണം, പെരുമാറ്റത്തിലുള്ള സൗഷ്ഠവം. സഹോദരന്മാർ ഒരുമിച്ച് വാഴുമ്പോൾ എല്ലാവരും കല്യാണം കഴിച്ചിട്ടുണ്ടാവും. സഹോദരന്മാരുടെ പത്നികളും സഹോദരന്മാരും എല്ലാവരും കൂട്ടത്തിലാണ്. ഇന്നും അതുപോലെയുള്ള കൂട്ടുകുടുംബം വളരെ ചുരുക്കമാണെങ്കിലും ഉണ്ട്. എനിക്കറിയാം 1-2 കൂട്ടുകുടുംബം ഒരുമിച്ചാണ്, ഒരൊറ്റ വെപ്പ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുടുംബത്തിൻ്റെ ഉള്ളിൽ ഓരോരുത്തരും എങ്ങനെ പെരുമാറണം, ആരോട് പെരുമാറണം, എന്തായിരിക്കണം നമ്മുടെ നിഷ്ഠ, നിയന്ത്രണം, ആ സദാചാര ഭൂഷണങ്ങൾ എന്ത് എന്ന് മനസ്സിലാവണം. ലക്ഷ്മണൻ പറഞ്ഞതാണ്, ഇതായിരിക്കണം നമ്മുടെ മാനദണ്ഡം. വെറുതെ ആണോ ഇന്ത്യക്കുള്ള സ്ഥാനം, അതിൻ്റെ മഹിമ? എവിടെ കാണും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസ്, വാക്പ്രയോഗങ്ങൾ, പദപ്രയോഗങ്ങൾ, വാക്യങ്ങൾ? എവിടെയാണ് നിങ്ങൾക്ക് കാണുക? നാഹം ജാനാമി കേയൂരേ നാഹം ജാനാമി കുണ്ടലേ നൂപുരേ ത്വഭിജാനാമി നിത്യം പാദാഭിവന്ദനാത്. ഇങ്ങനെയുള്ള മൂല്യപാഠങ്ങൾ മുത്തു കോർക്കുന്നത് പോലെ കോർത്ത് വച്ചിരിക്കുകയാണ്. ഭാരതം ഒരിക്കലും വിദേശത്തെ ആക്രമിച്ചിട്ടില്ല. ഒരേ ഒരു ആക്രമണം നടന്നത് ലങ്കയിലാണ്. രാമനും ലക്ഷ്മണനും കൂടി ഭാരതം വിട്ട് പുറത്തേക്ക് പോയി സീതാന്വേഷണത്തിൽ ഭാരതമൊക്കെ അന്വേഷിച്ച് കിട്ടിയില്ലല്ലോ, എന്നിട്ടാണല്ലോ അവിടെ കിടന്നത്. അപ്പം മനസ്സിലായി ലങ്കയ്ക്കാണ് കൊണ്ടുപോയിരിക്കുന്ന രാവണന്. അതുകൊണ്ട് അങ്ങോട്ട് പോയി സീതയെ തിരിച്ചെടുക്കാൻ പോയതാണ്, അല്ലാണ്ട് ലങ്ക പിടിച്ചടക്കാൻ പോയതല്ല. ആദ്യത്തെ യുദ്ധം നടന്നത് ലങ്കയിലാണ്. ആ യുദ്ധത്തിന് സർവ്വ തയ്യാറുമെടുത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ശുകസാരണന്മാരുടെ വരവ്. ആരാ ശുകസാരണന്മാർ? രാവണൻ അയച്ചിട്ടുള്ള ഇൻ്റലിജൻസ് വിഭാഗത്തിൽപ്പെട്ട 2 കൂട്ടരാണ്. അവർ വന്നപ്പോൾ വിഭീഷണൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് അവരെ പിടിച്ചു കെട്ടി രാമൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ദാ ശുകൻ സാരണൻ വന്നിരിക്കുന്നു ശത്രുഭാഗത്തിൽ നിന്ന്, നമ്മുടെ സന്നാഹങ്ങളും കോപ്പുകളുമൊക്കെ അറിയാം. അപ്പം രാവണൻ പറയാണ്, ശുകസാരണന്മാരെ, നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത്? ഇവിടുത്തെ വർത്തമാനം അറിയാനല്ലേ? ഇതാ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക എന്തൊക്കെയുണ്ട് നമ്മുടെ കയ്യിലെന്ന്, നല്ല പോലെ കാട്ടിക്കൊടുത്തോളൂ എന്ന്. നിങ്ങൾക്ക് എന്താ അതെന്ന് മനസ്സിലാവണത്? ശത്രു വന്ന് നമ്മുടെ സന്നാഹങ്ങൾ കണ്ടുപിടിച്ചത് കൊണ്ട് നമുക്ക് വല്ല കുറവോ കൂടുതലോ ഉണ്ടോ? നമ്മുടെ ശക്തിക്ക് മാറ്റം വരില്ലല്ലോ, ഉള്ള സന്നാഹമല്ലേ ഉണ്ടാവുള്ളൂ. രാവണൻ വലിയ തേരിൽ നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ രാമൻ നിലത്തിരുന്നിട്ടാണ് യുദ്ധം ചെയ്തത്. അത് കണ്ടപ്പോൾ മോളിന്ന് വന്നു ഒരു രഥം രാമനിരിക്കാൻ. നമ്മൾ ഒരിക്കലും ആത്മബലം വിട്ടൊരു ബലത്തിൽ വിശ്വസിച്ചിട്ടില്ല. എന്ത് യുദ്ധവും അവസാനം ജയിക്കുന്നത് ആത്മബലത്തിൻ്റെ മുകളിലാണ്, ഈശ്വരാനുഗ്രഹത്തിൻ്റെ മുകളിലാണ്, പ്രോവിഡൻസിൻ്റെ ഫേവറിലാണ് നടക്കുന്നത്. എന്തൊക്കെയുണ്ടെങ്കിലും കാര്യമില്ല, നമുക്ക് പ്രകൃതി നമ്മെ സഹായിക്കണം. ചെയ്യുന്നത് ധർമ്മമാണോ? ധർമ്മരക്ഷയ്ക്കാണോ ചെയ്യുന്നത്? ധർമ്മമാണോ നിങ്ങളുടെ മൂല്യം? 11 അക്ഷൗഹിണി സേനയാണ് ദുര്യോധനന് കിട്ടിയത്. 7 അക്ഷൗഹിണിയെ യുധിഷ്ഠിരനുണ്ടായുള്ളൂ. എന്നാലും യുദ്ധത്തിൽ അവസാനം ജയിച്ചതാരാ? അപ്പുറത്ത് ഭീഷ്മനുണ്ട്, അജയ്യനായ ഭീഷ്മൻ. ഇവരെ പഠിപ്പിച്ചു കൊടുത്ത ദ്രോണനുണ്ട്, കെങ്കേമൻ കർണനുമുണ്ട്. ഇവർ 3 പേരും ഉണ്ടായിട്ടും അവർക്ക് ജയിക്കാൻ പറ്റുമോ? പറ്റിയില്ല. എണ്ണമാണോ ഇവിടെ ജയിക്കുന്നത്, അതോ ഉൾമൂല്യവും ഉൾശക്തിയുമാണോ എന്ന് നല്ല പോലെ ആലോചിച്ചോളൂ. അപ്പോൾ തുറന്ന് കാണിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞു അത്രേ. രാമൻ്റെ മര്യാദാ പുരുഷോത്തമത്വത്തിൻ്റെ ഒരു ഭാഗമാണത്. അവിടുന്ന് രാവണനെ കുംഭകർണനും വിഭീഷണനും ഉപദേശിക്കുകയുണ്ടായി. വിഭീഷണൻ പറഞ്ഞു, ജ്യേഷ്ഠാ, ഈ കാര്യത്തിന് പുറപ്പെടണ്ട, നടന്നിടത്തോളം നടന്നു. ഇനിയെങ്കിലും സീതയെ കൊണ്ടുവച്ച അടിയറ പറയുന്നതാണ് നല്ലത്. നമുക്ക് ഈ യുദ്ധമൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അനുജനായിട്ടിരുന്ന് ജ്യേഷ്ഠനിങ്ങനെ വിരോധം ചെയ്യുന്നവനോ, നീ ഇനി ഒരു മിനിറ്റ് എൻ്റെ രാജധാനിയിൽ ഇരിക്കരുത്, കിടക്ക പുറത്ത് എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് രാമനെ ശരണം പ്രാപിച്ചു. എല്ലാവരും പറഞ്ഞു,
ശത്രുഭാഗത്തു നിന്നാണ് വരണത്. ആ ആളുടെ മനസ്സിൽ എന്താണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സ്വീകരിക്കരുത് എന്നായി. ഹനുമാൻ ഒരൊറ്റ ആൾ മാത്രമേ പറഞ്ഞുള്ളൂ, മഹാപ്രഭോ, അങ്ങേ ശരണം പ്രാപിക്കുന്ന ആൾ ആരായാലും സ്വീകരിക്കണം. അത് ശത്രുപക്ഷത്തുനിന്ന് വരണോ എന്ന് ചോദിക്കരുത്. ബാക്കിയുള്ളവരൊക്കെ എതിര് പറഞ്ഞു. ആ വിഭീഷണനെ സ്വീകരിച്ചു. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? ആലോചിക്കൂ. ആ രാമജീവിതത്തിനെ കലവറ നീക്കി പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ഒരു വിധത്തിലുള്ള ഭയമോ കളങ്കമോ ഒന്നുമില്ല. ദൂഷ്യങ്ങളുണ്ടെങ്കിൽ ദൂഷ്യം, നന്മയുണ്ടെങ്കിൽ നന്മ ഇതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരിക. യുദ്ധം കഴിഞ്ഞു. എന്തിനാ യുദ്ധം? സീതയെ വീണ്ടെടുക്കാൻ. രാവണൻ വീണു. വിഭീഷണനെ അഭിഷേകം ചെയ്തു. സീതയും കൊണ്ട് തിരിച്ച് പുഷ്പക വിമാനത്തിൽ വാനരന്മാരെയും കൂട്ടി അയോധ്യയിലെത്തി. എന്നാ ആലോചിച്ച് നോക്കൂ. എത്തിയതെന്നാണ്? 14 വർഷം കഴിഞ്ഞ് അവസാനത്തെ ദിവസം ഭരതൻ അവിടെ ജീവത്യാഗത്തിന് വേണ്ട സർവ്വസന്നാഹങ്ങളും തയ്യാറാക്കി മിനിറ്റുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പുഷ്പക വിമാനത്തിൽ പോയിറങ്ങിയത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകുന്നു? മനുഷ്യൻ്റെ ശക്തി കൊണ്ടോ, പരാക്രമം കൊണ്ടോ, വിവേകം കൊണ്ടോ, വിശേഷ ബുദ്ധി കൊണ്ടോ എല്ലാം നേടിയെടുക്കാൻ സാധിക്കില്ല. ആകാശത്തിൻ്റെ ഉള്ളിലാണ് ഗോളങ്ങളെല്ലാം. ഭൂമി അതിൽപ്പെട്ട പുളിയങ്കുരു പോലെ ഒരു സാധനമാണ്. അതിൽ ജീവിക്കുന്ന മനുഷ്യന് എന്ത് പറയാനാ? നാം ചെയ്യുന്നത് ശരിയോ തെറ്റോ, നല്ലതിനോ പൊല്ലാത്തതിനോ, മനസ്സിന് ശുദ്ധിയുണ്ടോ ഇല്ലയോ, ഈ ചോദ്യങ്ങളെ അനുസരിച്ചായിരിക്കും നമ്മുടെ വിജയവും പരാജയവും നിൽക്കുന്നത്. അതിലെല്ലാറ്റിലും ഈശ്വരൻ്റെ ഒരു ആനുകൂല്യം നമുക്ക് വേണം. വിനയത്തോടുകൂടി, വിശേഷ ബുദ്ധിയോടുകൂടി, അന്യനെ ഉപദ്രവിക്കാതെ, ചതിക്കാതെ, കളവില്ലാതെ വേണ്ടതുപോലെ ജീവിക്കുന്നവർക്ക് മാത്രമേ കാര്യങ്ങൾ നടക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സീതാ പരിത്യാഗം. രാമൻ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു. ഗുപ്തചരന്മാരെ അയച്ച് പ്രജകളുടെ അഭിപ്രായം എന്താണെന്ന് നിരന്തരം അന്വേഷിക്കുന്നത് രാജാക്കന്മാരുടെ ഒരു വിശേഷപ്പെട്ട സ്വഭാവമാണ്. ഒരു ദിവസം അവർ വന്ന് പറഞ്ഞത്, മഹാരാജാവേ, എല്ലാം ശരി തന്നെ, പക്ഷേ ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. എന്താ ഇങ്ങനെ ഒരു അഭിപ്രായം? പതിനൊന്ന് മാസം സീത രാവണൻ്റെ ലങ്കയിലായിരുന്നു. ആരും അവിടെ വേറെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സ്ത്രീ ആ 13 മാസം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചക്രവർത്തി സ്വീകരിച്ച് കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യത്തിൽ ചിലർക്ക് സംശയമുണ്ട്. കാര്യം ശരിയാണ്. അഗ്നിപ്രവേശം നടന്നത് എവിടെയാ? ലങ്കയിൽ. അത് എത്ര ആൾക്ക് കാണാൻ പറ്റി, കണ്ടു, ആർക്കറിയാം? അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഒരു സംശയമുണ്ട്. അങ്ങയുടെ മഹാത്മ്യത്തിനും യോഗ്യതയ്ക്കും മര്യാദയ്ക്കുമെല്ലാം ഒരു കളങ്കമാണെന്ന്. അത് കേൾക്കേണ്ട താമസം. ഒറ്റ ആളോടും ചോദിക്കാതെ രാമൻ തീരുമാനിച്ചു ഈ സീതയെ ഉപേക്ഷിക്കണമെന്ന്. ലക്ഷ്മണ, ജ്യേഷ്ഠത്തിയമ്മയെ കൂട്ടിക്കൊണ്ടുപോ, ഒന്നും മിണ്ടണ്ട. അവിടെ ചെന്ന് വാൽമീകിയുടെ കുടീരത്തിൻ്റെ അടുത്തെത്തി ഉപേക്ഷിച്ചിട്ട് ഞാൻ ഉപേക്ഷിച്ചു എന്നുള്ള വാക്ക് അവിടെ ചെന്ന് പറഞ്ഞാൽ മതി. ജ്യേഷ്ഠത്തിയമ്മ എന്നോട് പറയുണ്ടായി, ഗർഭകാലമാണ്, പ്രസവിക്കുന്നതിന് മുൻപ് എനിക്ക് കുറച്ച് ആഴ്ചകളെങ്കിലും ഒരു മഹർഷിയോ ഒരു തപസ്വിയെയോ ശുശ്രൂഷിക്കണം, അപ്പോഴേ ജനിക്കുന്ന കുട്ടി നന്നാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വ്യാജേന നീ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഉപേക്ഷിച്ച് വരുമെന്ന്. ലക്ഷ്മണൻ അതുപോലെ ചെയ്തു. സീതയ്ക്ക് വിഷമായി, കോപിച്ച് ചിലതൊക്കെ സംസാരിച്ചു. അതവിടെ ഇരിക്കട്ടെ. വാൽമീകി എഴുതുന്നത് എന്താ? രാമൻ്റെ ചരിത്രമാണ്. ആ രാമൻ്റെ ചരിത്രം കുറച്ചൊന്ന് നാരദ മഹർഷി പറഞ്ഞു തന്നു. പിന്നെയുള്ളതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു, ധ്യാനിച്ചു. കൂടുതൽ വിവരം അതാത് സമയത്ത് അറിഞ്ഞ് എഴുതി ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യാണ്, നീണ്ടുപോവുക. ആ സമയത്താണ് സീതാ പരിത്യാഗം. അതെവിടെ? തൻ്റെ മുമ്പിൽ. ശിഷ്യന്മാർ ചെന്ന് പറഞ്ഞു, ഗർഭിണിയായിരിക്കുന്ന ഒരു സുന്ദരി വന്നിരുന്ന് കരയണു. കണ്ടാൽ തോന്നും അവരൊരു രാജ്ഞിയാണെന്ന്. മഹർഷി അവിടെ ചെന്നു.
സീതയെ ഒന്ന് നോക്കിയിട്ട് പറയാണ്, എൻ്റെ പൊന്നുമോളെ, ഞാൻ നിൻ്റെ ഭർത്താവിനെയും കുറ്റം പറയുന്നില്ല, നിന്നെയും കുറ്റം പറയുന്നില്ല. നിനക്ക് ആവശ്യം സംരക്ഷണമാണ്. എൻ്റെ ശിഷ്യന്മാരുണ്ട്, ഗൃഹസ്ഥ ശിഷ്യന്മാർ. അവർ നിന്നെ വേണ്ടതുപോലെ പരിരക്ഷിക്കും. നിൻ്റെ ഗർഭവും പ്രസവവും പ്രസവാനന്തര വളർച്ച കുട്ടികളുടെ എല്ലാം സുരക്ഷിതമാണ്, പേടിക്കണ്ട, വരൂ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയതാണ്. ആ സെക്കൻഡ് മുതൽ അദ്ദേഹം എഴുതുന്ന രാമായണം ഒരു ആത്മകഥയായി രൂപാന്തരപ്പെട്ടു. ഇറ്റ് സ്റ്റാർട്ടഡ് ആസ് എ ബയോഗ്രഫി. നൗ ഇറ്റ് ഹാസ് ബിക്കം ആൻ ഓട്ടോബയോഗ്രഫി ഓഫ് ദ റൈറ്റർ ഹിംസെൽഫ്. നോക്കൂ ആ വിശേഷ സംഭവങ്ങൾ എങ്ങനെ കൂടിച്ചേരുന്നു എന്ന്. സീതയാണ് ആ കുട്ടികളെ അസ്ത്രപ്രയോഗം പഠിപ്പിച്ചത്. സീതയാണ് പഠിപ്പിച്ചത്. വാൽമീകിക്ക് അറിയില്ലല്ലോ. രാമായണം എഴുതി 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 മുഴുവനായി. കുട്ടികൾക്ക് വേറെ എന്താ പഠിപ്പിക്കുക? വാൽമീകി മഹർഷി അദ്ദേഹം എഴുതിയ രാമായണം തന്നെ പഠിപ്പിച്ചു. അസലായിട്ട് പാടാമത്. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഈ രാമായണം മുഴുവനും വാൽമീകി എന്ന് പറയുന്ന കുയില് പാടുന്ന പാട്ടാണ് എന്നാണ് പറയുക. അത്ര മധുരമാത്. കുട്ടികളത് നല്ല പോലെ പഠിച്ചു. ആ കുട്ടികളോട് മഹർഷി പറഞ്ഞു, നിങ്ങൾ ഈ രാമായണം ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ പൊക്കോളൂ. കാട്ടിലല്ലേ താമസം, കായനികൾ ഭക്ഷിച്ചാൽ മതി, വിശപ്പും ദാഹവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് പണത്തിൻ്റെയോ സ്വത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. എങ്ങാനും അയോധ്യയിൽ രാജധാനിയിലെത്തി അവിടെയുള്ളവർ മനസ്സിലാക്കി അവർ ഇത് ചൊല്ലാൻ പറഞ്ഞ് പാടാൻ പറഞ്ഞാൽ പാടിക്കോളൂ. ഒരു ദിവസം 20 സർഗേ പറയാൻ പാടുള്ളൂ, പാടാൻ പാടുള്ളൂ. ആരെങ്കിലും ചോദിച്ചാൽ പറയൂ, വാൽമീകിയുടെ ശിഷ്യന്മാരാണ് ഞങ്ങളെന്ന്, വേറെ ഒന്നും പറയാൻ പോണ്ടാന്ന്. രാജധാനിയിലെത്തി. രാമനും ലക്ഷ്മണനും എല്ലാവരും കൂടി അത് പാടണം എന്ന് പറഞ്ഞു. പാടി കേട്ടു. അവർക്ക് വളരെ സന്തോഷമായി, വളരെ സന്തോഷമായി. ആ കാവ്യം പാടിക്കേട്ടതിൽ നിന്ന് മനസ്സിലായി ആ കുട്ടികൾ രാമന് ജനിച്ചവരാണെന്ന്. കാര്യങ്ങൾ മനസ്സിലായപ്പോൾ വാൽമീകിയെയും സീതയെയും കൂട്ടിക്കൊണ്ടുവരാൻ രാമൻ നിർദ്ദേശിച്ചു. അശ്വമേധയാഗം അതിൻ്റെ ഇടയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്നു. സീതയെ വന്നപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്ത് രാമൻ, ആ പഴയ രാമൻ വിടുമോ? പഴയ രാമൻ എങ്ങനത്തെ രാമനാ? രാവണനെ കൊന്ന് സീതയുടെ അടുത്ത് ചെന്നപ്പോൾ, ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച് കൊണ്ടുപോകാനൊന്നുമല്ല വന്നത്, ഞാനിവിടെ തെറ്റ് ചെയ്തതിന് രാവണനെ ശിക്ഷിക്കാനാണ് വന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ആ ഗൗരവമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സീതയോട് പറയാണ്, ദാ ഞാൻ മഹാരാജാവാണ്, എനിക്ക് നിന്നെപ്പറ്റി യാതൊരു സംശയവും ഇല്ല, ആദ്യവും ഇല്ല, എപ്പോഴും ഇല്ല. പക്ഷേ ഞാനൊരു രാജാവായതുകൊണ്ട് പ്രജാസമ്മതനായിരിക്കണം. ആ പ്രജകൾക്ക് യാതൊരു തരത്തിലും നിന്ദിക്കാൻ ഒരിടയുണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടാണ് അന്ന് അഗ്നിപ്രവേശം ചെയ്യാൻ പറഞ്ഞത്. ഇന്നിപ്പോൾ എനിക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നുന്നു. ഇത്ര നാളും താമസിച്ചത് മഹർഷിയുടെ കൂടെയാണ്. അപ്പോൾ ഒരു വിധത്തിലുള്ള കളങ്കത്തിനും സ്ഥാനമില്ല, ഒന്നുമില്ല. എന്നാലും ജാനകി, നീ ഒന്ന് ശപഥം ചെയ്യണം. ശപഥം ചെയ്യണം. ഒരക്ഷരം പറഞ്ഞില്ല സീത, ഒരക്ഷരം പറഞ്ഞില്ല. അവിടെ നിന്ന് 3 തവണ ശപഥം ചെയ്തു. ആ ശപഥത്തിൽ എപ്പോഴും ഭൂമിയെ സ്തുതിച്ചുകൊണ്ടാണ് ചെയ്തത്. എൻ്റെ മനസ്സിൽ മാത്രമല്ല, വാക്കിലോ പ്രവൃത്തിയിലോ, മനസ്സാ വാചാ കർമ്മണ എന്നൊരു പറച്ചിലുണ്ടല്ലോ, ഈ 3ലും എനിക്ക് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ വിട്ട് വേറെ ഒരു തരത്തിലുമുള്ള ഭ്രംശമോ വാസനയോ ഒന്നും ഇല്ല. അത് വാസ്തവമാണെങ്കിൽ എനിക്ക് മാധവ പത്നി ദാ ഭൂമി എന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശപഥമായിരുന്നു.
ആ ശപഥം 3 തവണ തികയുന്നതോടുകൂടി ഭൂമി അങ്ങോട്ട് പിളർന്നു. അതിൽ സീതയ്ക്ക് കടന്നിരുന്ന് പോകാനുള്ള സർവ്വസന്നാഹങ്ങളുമുണ്ട്. സോഫയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രഹ്മാവും ഉണ്ട്. സീത അതിൽ കയറിയിരുന്നു. രാമൻ കണ്ടുകൊണ്ടിരിക്കെ സീത ഠപ്പ് എന്ന് ഭൂമിയുടെ ഉള്ളിലേക്ക് പോയി. മനുഷ്യന് പോവാനുള്ളത് എവിടെയാണെന്ന് നിങ്ങൾ പറയൂ. നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിലാണ്. ഭൂമിയുടെ 3/4 ഭാഗം വെള്ളമാണ്. അപ്പോൾ നമുക്ക് പോവാനുള്ള ഇടം 2 ഉള്ളൂ. ഒന്നിലോ ഭൂമിക്ക് പോവാം, ഇല്ലെങ്കിൽ ജലത്തിൽ പോവാം. ഭൂമിയിൽ പോവാനാണ് സീത തീരുമാനിച്ചത്. ഇതിനു മുമ്പ് പ്രവേശിച്ചത് അഗ്നിയിലാണ്. ആ അഗ്നിപ്രവേശം ഇനി രണ്ടാമതും ആവശ്യമില്ല. അഗ്നിയിൽ പോയാൽ ഒരു പക്ഷേ തിരിച്ചു വരും. ഭൂമിയിൽ പോയാൽ തിരിച്ചു വരവുണ്ടാവില്ല. അതുകൊണ്ട് ഭൂമിയിൽ പ്രവേശിക്കണം എന്ന് പറഞ്ഞ് ഭൂമിയിൽ പ്രവേശിച്ചു പോയി. ഇതെല്ലാം കഴിഞ്ഞ് രാമൻ്റെ ജീവിതം എങ്ങനെയാണ് അവസാനിച്ചത് എന്ന് നിങ്ങൾക്കറിയണം. എല്ലാ മഹാത്മാക്കളുടെ ജീവിതവും ഇങ്ങനെയാണ് അവസാനിക്കുക. കൃഷ്ണൻ്റെ അങ്ങനെ തന്നെ, രാമൻ്റെ. അവർ വന്നത് ലോകത്തിനു വേണ്ടി ചില മഹത് കർമ്മങ്ങൾ നിർവഹിച്ച് മഹത് ലക്ഷ്യങ്ങൾ നേടാനാണ്. അത് മുഴുവനായി കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തിരിച്ചു പോവാം. അതാണ് ശരിയായിട്ടുള്ള ദൗത്യം. അപ്പോൾ രാമൻ്റെ രാജ്യഭാരം അശ്വമേധയാഗമൊക്കെ കഴിഞ്ഞിങ്ങനെ നടക്കുന്ന സമയത്ത് കാലരുദ്രൻ ഒരു തവണ വന്നു. എന്നിട്ട് എനിക്ക് രാമനായിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ ഒരൊറ്റ ആൾ അവിടെ നുഴഞ്ഞു കയറരുത്, കാവൽക്കാരനെ നിർത്തണം. എന്തെങ്കിലും നമ്മുടെ ഈ പ്രതിജ്ഞയ്ക്ക് ലംഘനം വന്നു എന്നുണ്ടെങ്കിൽ കാവൽക്കാരൻ്റെ കഴുത്ത് കൊയ്യണം. സമ്മതിച്ച് ലക്ഷ്മണനെ കാവൽക്കാരനായി നിർത്തിയിട്ടാണ് കാലരുദ്രനുമായി സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് എന്താ? മതി മഹാപ്രഭോ, അങ്ങ് വേഗം തിരിച്ചു വരൂ എന്നായിരുന്നു സന്ദേശം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ദുർവാസാ മഹർഷി അവിടെ കടന്നുകൂടി. ഓടി വന്നിരിക്കുന്നു ദുർവാസാ മഹർഷി. എനിക്കിപ്പം കാണണം ശ്രീരാമചന്ദ്രനെ, ഇപ്പം കാണണം, ഒരു സെക്കൻഡ് വിടാൻ പറ്റില്ല. ലക്ഷ്മണൻ ആലോചിച്ചു, പൊല്ലാപ്പ്, ഈ ദുർവാസ കോപിഷ്ഠനാ, അദ്ദേഹത്തിനെ അനുവദിച്ചില്ലെങ്കിൽ അയോധ്യ മുഴുവൻ കത്തിപ്പോവും. അതുകൊണ്ട് എന്തു വന്നാലും ശരി, ദുർവാസ വന്നിട്ടുണ്ട്, കാണിച്ചു കൊടുക്കുക നല്ലതെന്ന് പറഞ്ഞ് രാമനോട് പറഞ്ഞ് അകത്ത് കടത്തി. മഹർഷിക്ക് എന്താ ആവശ്യം എന്നറിയോ? കുറേ തപസ് കഴിഞ്ഞ് വല്ലാതെ വിശക്കണു, എനിക്ക് രാമ നീ ഭക്ഷണം കഴിക്കുന്ന പോലെ വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു ഭക്ഷണം തരണം എന്ന് ഇത്രേ പറഞ്ഞുള്ളൂ. രാമൻ ഇതിനെ ഏർപ്പെടുത്തി. ദുർവാസാവ് പോയി ഭക്ഷണം കഴിച്ചു. കാലരുദ്രനും മടങ്ങിപ്പോയി. ഇനി നടക്കേണ്ടത് എന്താ? ലക്ഷ്മണൻ്റെ വധ. വസിഷ്ഠനെത്തി. വസിഷ്ഠൻ പറഞ്ഞു, വാഗ്ദത്തം ചെയ്തിട്ടുള്ളതാണല്ലോ, അതുകൊണ്ട് ലക്ഷ്മണനെ വധിക്കുക തന്നെ വേണം. പക്ഷേ ലക്ഷ്മണനായതുകൊണ്ട് എങ്ങനെ വധിക്കാൻ പറ്റും? അതും വിഷമം. അപ്പോൾ അതിനുള്ളൊരു വഴി എന്താ എന്ന് ചോദിച്ചാൽ, ലക്ഷ്മണനെ ഉപേക്ഷിച്ച് കളയും. ഉപേക്ഷിച്ചാലും പിന്നെ കണ്ണിന് മുമ്പിൽ ഉണ്ടാവില്ലല്ലോ, വധിച്ചാലോ അപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ വധ തുല്യമാണ്. ലക്ഷ്മണ, ഒരു സെക്കൻഡ് നീ എൻ്റെ കണ്ണിൽ മുമ്പ് നിൽക്കരുത്, പൊക്കോ എന്ന് പറഞ്ഞു. ലക്ഷ്മണൻ അങ്ങനെ പോയി. അതിന് കാത്തിരിക്കുകയാണെന്ന് തോന്നും. അങ്ങനെ പോയി സരയൂരിൽ ഇറങ്ങി അങ്ങോട്ട് വെള്ളത്തിലാ ചേർന്ന് പോയി. ലക്ഷ്മണനെ പറഞ്ഞയച്ചതിന് ശേഷം രാമൻ അത്ര തിരക്കിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ, പോകണമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ ലവകുശന്മാർക്കും ബാക്കിയുള്ളവർക്കും എല്ലാം രാജ്യം വേണ്ടതുപോലെ പങ്കുവെച്ച് രാജാക്കന്മാരായി അവരോധിച്ച ശേഷം രാമനും സരയൂ നദിയിലേക്ക് അങ്ങോട്ട് പോയി. ഞാൻ പറയുകയാണെങ്കിൽ ആ സരയൂവിലിറങ്ങി അതിൻ്റെ ഓളങ്ങളിൽ അമർന്നലിഞ്ഞു എന്നാണ് പറയുക. പക്ഷേ രാമായണത്തിൽ വാൽമീകി പറയണത് അങ്ങനെയല്ല. അവിടെയുള്ള നഗരവാസികളെല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. എല്ലാവരെയും കൊണ്ട് സ്വർഗത്തിലേക്ക് എല്ലാവരും കൂടി പോയി എന്നാണ് പറയുക. ഞാനത് പറയില്ല. എനിക്ക് പറയാനുള്ളത് സരയൂവിലിറങ്ങിപ്പോയി എന്നാണ്, ജലപ്രവേശം. രാമൻ മര്യാദാ പുരുഷോത്തമനാണ്. മര്യാദാ പുരുഷോത്തമനാണ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിലെല്ലാം തന്നെ ഞാൻ പറഞ്ഞ മാതിരി അന്തസ്സുണ്ട്, ആഭിജാത്യമുണ്ട്, മര്യാദയുണ്ട്, മാനമുണ്ട്, മഹിമയുണ്ട്. തൻ്റെ സ്ഥാനത്തിനും തൻ്റെ പ്രതാപത്തിനും തൻ്റെ ധർമ്മബോധത്തിനും
അനുസരിച്ചേ പ്രവർത്തിച്ചിട്ടുള്ളൂ. എന്ത് കാര്യത്തിലും ഒന്നിലും അമിതമായ ഒരാകർഷണം സംഭവിച്ചിട്ടില്ല. സംഭവിച്ചത് സ്വർണ്ണമാൻ്റെ കാര്യത്തിലാണ്. ലക്ഷ്മണൻ പറഞ്ഞിട്ടും കൂടി നിർത്താൻ പറ്റിയില്ല. ദാ ഇങ്ങനെയുള്ള പഴുതുകളുമുണ്ട് എന്ന് പറഞ്ഞ് ഒരു പൂർണ്ണമായ ഒരാളെയാണ് നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്നത്. ഇതാണ് രാമായണത്തിൻ്റെ ഉദ്ദേശം. രാമൻ ചെയ്തത് ചെയ്തോളൂ എന്നാണ് നമുക്ക് പ്രമാണം. കൃഷ്ണൻ പറഞ്ഞത് അനുഷ്ഠിച്ചോളൂ എന്നാണ്. കൃഷ്ണൻ്റെ ജീവിതത്തിൽ കൃഷ്ണൻ ചെയ്തത് ചെയ്യാൻ ആരും നോക്കണ്ട. പക്ഷേ രാമൻ ചെയ്തത് അക്ഷരം വിടാതെ അനുസരിക്കാൻ നമുക്ക് പറ്റും. അപ്പം രാമനാണ് നമുക്ക് മാതൃകാപുരുഷൻ, മര്യാദാപുരുഷോത്തമൻ എന്ന് പറയുന്ന ആൾ. അത് വാൽമീകി പിക്ചർ ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് തന്നിരിക്കുകയാണ് ആ പിക്ചർ. അത്ര വിശേഷപ്പെട്ടതാണ്. അത് കാരണം ഇന്നും അന്ന് തന്നെ ബ്രഹ്മാവ് പറയുണ്ടായി, അങ്ങ് എഴുതുന്ന ഈ സാഹിത്യമുണ്ടല്ലോ, അത് പർവ്വതങ്ങളും സമുദ്രങ്ങളും ഉള്ളിടത്തോളം കാലം അതിന് യാതൊരു കോട്ടവും വരാതെ അത് പ്രകാശിച്ചു കൊണ്ട് തന്നെ ഇരിക്കും, പ്രചാരവും ഉണ്ടാവുന്നു. അത് ഇന്നും ഇതാ നടക്കുന്നു. ഇനി നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് ത്രേതായുഗം വിട്ട് ദ്വാപരയുഗത്തിലേക്കാണ്. ആ ദ്വാപരയുഗ സൃഷ്ടിയാണ് മഹാഭാരതം. രാമായണത്തിൽ സുന്ദര സാഹോദര്യം, ആ സുന്ദരത വിട്ട് സഹോദരന്മാർ തമ്മിൽ തന്നെ വിള്ളൽ വന്നു. ആ വിള്ളൽ നികത്താനും പറ്റില്ല എന്നൊരു നില വന്നാൽ അതും ലോകജീവിതത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യൻ എന്തു വേണം? ജീവിതം ഉപേക്ഷിക്കാൻ പറ്റുമോ? പറ്റില്ലെങ്കിൽ എങ്ങനെ കൊണ്ടു നടക്കും? അതിലെന്തെല്ലാം പ്രതിസന്ധികളോ കടമ്പകളോ ആണോ ഉണ്ടാവുക? എല്ലാറ്റിനെയും തരണം ചെയ്യാൻ ഒരു വഴിയുണ്ടോ? ധർമ്മത്തിന് പരിധിയുണ്ടോ? അതോ ധർമ്മം സർവരക്ഷകമോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുന്ന ഒരു വിശേഷപ്പെട്ട സങ്കീർണ ഗ്രന്ഥമാണ് മഹാഭാരതം. രാമായണത്തിൽ 24,000 ശ്ലോകമാണെങ്കിൽ മഹാഭാരതത്തിൽ 1,24,000 ശ്ലോകങ്ങളാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാം അതിൻ്റെ ആ വലിപ്പവും മഹാത്മ്യവും എത്രയാണെന്ന്. നിർത്തട്ടെ. സംവേദ്യവർജിതമനുത്തമമേഘമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. ഹരി 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 ഓം തത്സത്. ജയഗുരു. നമുക്കൊരു സമാപന ഓങ്കാരം ജപിച്ച് അവസാനിപ്പിക്കാം. ഇതാ എല്ലാവരും തയ്യാറായിക്കോളൂ. ഓ ഹരി ഓം.